بسم الله الرحمن الرحيم ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഖുർആൻ പഠന സംഗമം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഖുർആനിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും ചർച്ച ചെയ്യാനുമാണ്. എന്നെ ഇന്ന് ഇവിടെ ഏൽപ്പിച്ച വിഷയം, ക്ലാസ് എടുക്കാൻ ഏൽപ്പിച്ച വിഷയം ഖുർആനിലെ സുജൂദ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. സുജൂദ് എന്ന വാക്ക് ഖുർആനിൽ അതിന്റെ വിവിധ രൂപങ്ങളിൽ നിരവധി തവണ പ്രയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നാം ഇന്ന് സുജൂദ് എന്ന പദം കേട്ടാൽ പരമ്പരാഗതമായി നമുക്ക് മനസ്സിലാക്കി തന്ന അർത്ഥം നെറ്റിത്തടം നിലത്തുമുട്ടിക്കുക എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സുജൂദിന്റെ അർത്ഥം പരമ്പരാഗതമായി നൽകപ്പെട്ടിട്ടുള്ള നെറ്റിത്തടം സുജൂദിൽ നിലത്ത് വെക്കുക എന്ന അർത്ഥമല്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിലെ വിവിധ ആയത്തുകൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിബൃഹത്തായ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മനസ്സിലാക്കി അതിനനുസൃതമായി ആത്മസമർപ്പണം നടത്തേണ്ടുന്ന ഘട്ടങ്ങളിലാണ് സുജൂദ് എന്ന വാക്ക് അതിന്റെ വിവിധ വകഭേദങ്ങളോടുകൂടി ഖുർആനിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ സദുദ്ദേശത്തോടുകൂടി വായിക്കുന്ന ഒരു സത്യാന്വേഷിയായ ആർക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ പരമ്പരാഗതമായി സുജൂദ് എന്ന വാക്കിന് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള അർത്ഥം കേവലം നിലത്ത് നെറ്റിത്തടം മുട്ടിക്കുക എന്ന ശാരീരിക ചേഷ്ടയുടേതാണ്. മനുഷ്യൻ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ അവന്റെ മനസ്സിനെ സമ്പൂർണമായി സമർപ്പിക്കുകയും ആ കൽപ്പനക്ക് അനുസൃതമായി തന്റെ ജീവിതം തന്നെ അള്ളാഹുവിന് സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലെ സുജൂദ് എന്ന വാക്കിന്റെ അർത്ഥം. ഇങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ മനുഷ്യൻ അവന്റെ മനസ്സിനെ സമ്പൂർണമായി സമർപ്പിക്കുകയും ആ കൽപ്പനക്കനുസൃതമായി തന്റെ ജീവിതം തന്നെ അള്ളാഹുവിന് സമർപ്പിക്കുകയും ചെയ്യുക എന്ന ഈ കാര്യവും തന്റെ ശരീരത്തിലെ ചില അവയവങ്ങൾ നിലത്ത് മുട്ടിക്കുകയും ചെയ്യുന്നതിലുള്ള വൈരുദ്ധ്യങ്ങൾ എത്രമാത്രമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സുജൂദ് എന്ന പദം വിശുദ്ധ ഖുർആനിൽ ഏത് അർത്ഥത്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് തുടർന്ന് പരിശോധിക്കാനുള്ളത്. ഇന്ന് മുസ്ലിമാകുക എന്നുള്ളത് വളരെ എളുപ്പമായ ഒരു കാര്യമാണ്. ശാരീരികമായ ചില മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ തന്നെ ഇന്ന് പറയുന്ന സാമ്പ്രദായിക ഇസ്ലാമും സാമ്പ്രദായികമായ മുസ്ലിമുമാകാൻ കഴിയും. അതായത് ഒരു നാടക മേക്കപ്പുകാരന്റെ കരവിരുത് മാത്രം മതി ഇന്നത്തെ മുസ്ലിമിനെ ഉണ്ടാക്കി തീർക്കാൻ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്.
കേവലം ശരീരത്തിലെ ചില അവയവങ്ങൾക്ക് നീട്ടം വരുത്തുകയോ വേഷഭൂഷാദികളിൽ ചില മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്താൽ അതാണ് ഈമാനിന്റെ ലക്ഷണമെന്നും അതാണ് ഇസ്ലാമിന്റെ ലക്ഷണമെന്നും മനസ്സിലാക്കുന്ന ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ മതങ്ങളെല്ലാം രോമമതങ്ങളാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതായത് രോമങ്ങൾ കളയുന്നതിലും വെട്ടുന്നതിലും വളർത്തുന്നതിലുമൊക്കെയാണ് മതങ്ങളുടെ നിലനിൽപ്പ് തന്നെ. കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഒരു പക്ഷാതാപം പോലും മനസ്സിൽ തോന്നാതെ കേവലം അംഗശുദ്ധി വരുത്തുകയും ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലെ അല്ലെങ്കിൽ വേഷങ്ങളിലെ ചില മാറ്റങ്ങൾ കൊണ്ട് തന്നെ മുസ്ലിമാവാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഈ വിശ്വാസവും തമ്മിൽ വളരെ വൈരുദ്ധ്യമാണുള്ളത്. ഇങ്ങനെ മുടികളിലും വേഷങ്ങളിലും വേഷഭൂഷാദികളിലുമുള്ള മാറ്റങ്ങൾക്കാണ് മുസ്ലിമിന്റെ ലക്ഷണം, മുസ്ലിമിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ അതൊക്കെയാണ് എന്നാണ് ഇന്ന് വിശദീകരിക്കപ്പെടുന്നത്. പല മതങ്ങളും ഇതുതന്നെയാണ് വിശദീകരിക്കുന്നതും. ഇപ്പോ പഴനി, തിരുപ്പതി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തീർത്ഥാടനം നടത്തി സഫലമാവണമെങ്കിൽ ഭക്തന്മാരുടെ മുടി അവിടെ അർപ്പിക്കണം എന്നാണ് ഹൈന്ദവരുടെ വിശ്വാസം. അതായത് പഴനി, തിരുപ്പതി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തീർത്ഥാടനം നടത്തി ആ തീർത്ഥാടനം സഫലമായി തീരണമെങ്കിൽ അവിടെ പോകുന്ന ഭക്തന്മാരുടെ മുടി അവിടെ സമർപ്പിക്കണമെന്നുള്ളതാണ് അവരുടെ വിശ്വാസം. മുസ്ലിങ്ങളുടെ തീർത്ഥാടനത്തിലും മുടി നീക്കൽ ചടങ്ങ് അനിവാര്യമാണ്. പുണ്യവാളന്മാരുടെ മുടി ടിക്കറ്റ് വെച്ച് പ്രദർശിപ്പിക്കുന്ന സ്ഥലങ്ങൾ വരെ നമ്മുടെ രാജ്യത്ത് നിരവധിയുണ്ട്. കാശ്മീരിലെ ഹസ്രത്ത് ബാൽ പള്ളി ഈ കാര്യത്തിൽ പ്രസിദ്ധമാണെന്ന് നമുക്കറിയാം. ഇങ്ങനെ അപ്പൊ മുസ്ലിം ആവുക എന്ന് പറയുന്നത്, ഇന്നത്തെ മുസ്ലിം ആവുക എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചത് വേഷഭൂഷാദികളിലുള്ള ശരീരത്തിലെ ചില വസ്തുക്കളുടെ മാറ്റങ്ങളിലുള്ള ലക്ഷണങ്ങളെയാണ് മുസ്ലിമിന്റെ ലക്ഷണമായിട്ട് ഇന്ന് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അറിയപ്പെടുന്നത്, മനസ്സിലാക്കുന്നത് എന്നാണ്. എന്നാൽ സത്യത്തിൽ ഖുർആൻ ഉദ്ദേശിക്കുന്ന മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ ഒരു കരിഞ്ചന്തക്കാരൻ അവന്റെ കരിഞ്ചന്ത നിർത്തുകയും, കൊലയാളി അവന്റെ കൊല നിർത്തുകയും, കൈക്കൂലിക്കാരൻ അവന്റെ കൈക്കൂലി നിർത്തുകയും, കളവ് പറയുന്നവൻ അവന്റെ കളവ് നിർത്തുകയും, പലിശക്കാരൻ അവന്റെ പലിശ നിർത്തുകയും, ഇങ്ങനെ നിരവധി അവന്റെ ജീവിതത്തിൽ ഒരുപാട് മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവനായിരിക്കണം. അതാണ് സത്യത്തിൽ മുസ്ലിം ആവുക എന്ന് ഖുർആൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്നത്തെ മുസ്ലിമിന് കരിഞ്ചന്ത തുടരാം, കൈക്കൂലി തുടരാം, കൊലയാളിക്ക് കൊല തുടരാം, പലിശക്കാരന്റെ പലിശ തുടരാം, കളവ് പറയുന്നവൻ നിരന്തരം കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കാം. പക്ഷേ വേഷങ്ങളിൽ ചില മാറ്റങ്ങളും ചില അനുഷ്ഠാന ആചാരങ്ങളും ചെയ്താൽ ഇന്നത്തെ മുസ്ലിമായി തീരാം എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ഇനി ഇതൊന്നും വേണ്ട, ഇതൊക്കെ തുടർന്നുകൊണ്ട് ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പുരോഹിതന്മാർ അല്ലെങ്കിൽ മതം നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു അനുഷ്ഠാനം ചെയ്തുകൊണ്ട്, പാപപരിഹാരക്രിയ ചെയ്തുകൊണ്ട് അവന് അതുവരെ ചെയ്ത മുഴുവൻ പാപങ്ങളിൽ നിന്നും മുക്തനായി അന്ന് പ്രസവിച്ച കുട്ടിയെപ്പോലെ ആയിത്തീരാം എന്നുള്ള വിശ്വാസമാണ് ഇന്ന് മുസ്ലിങ്ങൾക്കിടയിലുള്ളത്. അതായത് ജീവിതത്തിൽ ഈ കൈക്കൂലി തുടരാം, കരിഞ്ചന്ത തുടരാം, കളവ് പറയൽ തുടരാം. ഇങ്ങനെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ, ഖുർആൻ പറഞ്ഞ മൂല്യങ്ങളൊക്കെ തകർത്തെറിഞ്ഞാലും ശരി, ചില വേഷഭൂഷാദികളിലുള്ള മാറ്റങ്ങൾ വരുത്തി, ചില ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ മതപുരോഹിതന്മാരോ അല്ലെങ്കിൽ പാരമ്പര്യമായി ഇവർ വിശ്വസിക്കുന്നതോ ആയ ചില ആചാരാനുഷ്ഠാനങ്ങൾ അവന്റെ പരിഹാരക്രിയയായി അവന്റെ ജീവിതാവസാനത്തിൽ അവൻ ചെയ്താൽ അവൻ പാപമുക്തനായി സ്വർഗത്തിൽ പോകും എന്നുള്ളതാണ് വിശ്വാസം. ആ രൂപത്തിലാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥമല്ലാത്ത
മറ്റ് ആളുകളുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത്. ബുഖാരിയുടെ ബുക്കൊക്കെ പഠിപ്പിക്കുന്നത് ആ രൂപത്തിലാണ്. ഇതേ വിശ്വാസം തന്നെയാണ് ക്രൈസ്തവരിലെ പിലാത്തോസിനെ പോലെ കൈകാലുകൾ കഴുകി പാപമോചനം നേടാം എന്ന് അവരും പഠിപ്പിക്കുന്നു. അപ്പോൾ അത്രമാത്രം ലളിതവും ലാഘവവുമായ ഒരു കാര്യമാണ് ഇന്നത്തെ മുസ്ലിമാകൽ എന്നാണ്. എന്നാൽ എല്ലാ കൊള്ളരുതായ്മകളും തുടരാം. പേരിലും വേഷത്തിലും മാത്രം മാറ്റമുണ്ടായാൽ മതി. സ്വഭാവം മാറേണ്ടതില്ല, ജീവിത വീക്ഷണം മാറേണ്ടതില്ല, കർമ്മം രംഗത്ത് മാറ്റം വരേണ്ടതില്ല. ഇവിടെയാണ് സുജൂദ് എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കേണ്ട ആവശ്യകത വ്യക്തമാകുന്നത്. ഇവിടെയാണ് സുജൂദ് എന്ന പദത്തിന് ഖുർആൻ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്നും അത് എത്രമാത്രം വിപുലമായ ഒരു അർത്ഥമാണ് വിശുദ്ധ ഖുർആൻ സുജൂദിന് നൽകുന്നതെന്നും മനസ്സിലാക്കി തരുന്നതെന്നും നാം മനസ്സിലാക്കേണ്ട ആവശ്യകത വ്യക്തമാകുന്നു. സുജൂദ് എന്ന പദം കേട്ടാൽ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രം ഞാൻ സൂചിപ്പിച്ചല്ലോ. അത് നെറ്റി തറയിൽ വെക്കുന്നതോടൊപ്പം കൈപ്പത്തിയും കാൽവിരലുകളും കാൽമുട്ടകളും തറയിൽ മുട്ടിച്ചുകൊണ്ട് ചെയ്യുന്ന രൂപമാണ്. സത്യത്തിൽ സുജൂദിന്റെ പ്രസ്തുത രൂപം ജിബ്രീൽ എന്ന് പറയപ്പെടുന്ന മലക്ക് പ്രവാചകന്റെ ആകാശാരോഹണത്തിന്റെ, അതായത് അറബി ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ബുഖാരിയുടെ ബുക്കുകളിലോ അത് അറിയപ്പെടുന്നത് മിഅ്റാജ് എന്ന പേരിലാണ്. അപ്പൊ മിഅ്റാജിന്റെ പിറ്റേ ദിവസം ഭൂമിയിലേക്ക് മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്ന് പഠിപ്പിച്ചതാണെന്നാണ് ഇന്ന് നിലവിലുള്ള കഥ. പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം പ്രവാചകൻ വന്ന് പഠിപ്പിക്കുന്നതുവരെ പ്രവാചകൻ എങ്ങനെയാണ് സുജൂദ് ചെയ്തിരുന്നതെന്നും പൂർവ്വ പ്രവാചകന്മാരും അവരുടെ അനുയായികളും എങ്ങനെയാണ് സുജൂദ് നിർവഹിച്ചിരുന്നതെന്നുമുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല. അതിനെക്കുറിച്ച് ഇവിടെ തർക്കിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം അതിനൊന്നും വ്യക്തമായ തെളിവുകൾ ഇവർക്ക് പറയാൻ കഴിയുന്നില്ല. ഇപ്പൊ മുഹമ്മദ് നബിയുടെ മുമ്പുള്ള പ്രവാചകന്മാർ, അവരുടെ അനുയായികൾ, അതുപോലെ തന്നെ മറിയം ബീവി, ഇവരുടെയൊക്കെ സുജൂദുകൾ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. പ്രവാചകന് ജിബ്രീൽ വന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് സുജൂദിന്റെ അർത്ഥം മനസ്സിലായതെങ്കിൽ ഇത്രയും പൂർവ്വ പ്രവാചകന്മാരും അവരുടെ അനുയായികളും മറിയം ബീവിയെ പോലെയുള്ള ആളുകളൊക്കെ പൂർവ്വകാലഘട്ടത്തിൽ ഈ സുജൂദ് എങ്ങനെയാണ് ചെയ്തിരുന്നത്? മുഹമ്മദ് നബി തന്നെ അദ്ദേഹത്തിന്റെ പ്രവാചക ലബ്ധിക്ക് ശേഷം മിഅ്റാജ് നടക്കുന്നതുവരെ, മിഅ്റാജിന്റെ പിറ്റേ ദിവസം ജിബ്രീൽ വന്ന് മുഹമ്മദ് നബിക്ക് പഠിപ്പിക്കുന്നതുവരെ ഈ സുജൂദ് എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ നാം സുജൂദ് എന്നുള്ളതിന് നമുക്ക്, അതായത് ഖുർആൻ ഉദ്ദേശിക്കുന്ന, ഖുർആൻ വിശദീകരിക്കുന്ന അർത്ഥം അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് സമ്പൂർണമായും സമർപ്പിക്കുക എന്നതാണ് ഈ സുജൂദ് എന്ന പദത്തിന്റെ ഭാഷാപരമായ അർത്ഥം. നെറ്റി തറയിൽ വെക്കുക എന്ന അർത്ഥം ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്ന കഥയിൽ നിന്നും വന്ന സാങ്കേതിക അർത്ഥമായിട്ടാണ് ഇന്ന് വിശദീകരിക്കുന്നത്. ഇങ്ങനെ ഇന്ന് നിലവിലുള്ള സാമ്പ്രദായിക മതക്കാരും അതിലെ പുരോഹിതന്മാരും ഖുർആനിലെ ഒരുപാട് പദങ്ങൾക്ക് അവയുടെ ഭാഷാപരമായ അർത്ഥത്തെ മാറ്റി പകരം സാങ്കേതിക അർത്ഥം എന്ന പേരിൽ സാങ്കല്പിക അർത്ഥങ്ങൾ ഒരുപാട് പദങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് തുടർന്ന് പരിശോധിക്കാം. ഖുർആനിൽ ഉപയോഗിച്ച സുജൂദിന്റെ അർത്ഥം മാറ്റിമറിക്കപ്പെട്ടതിലൂടെ യഥാർത്ഥത്തിൽ അട്ടിമറിക്കപ്പെട്ടത് ഈ ദീൻ തന്നെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ അവന്റെ സൃഷ്ടാവിന് മുമ്പിൽ സമ്പൂർണമായി തന്റെ ജീവിതം തന്നെ സമർപ്പിക്കുന്നതും അവന്റെ നെറ്റിത്തടം നിലത്ത് മുട്ടിച്ച് പാടുവീഴ്ത്തിയ ശേഷം അവന് തോന്നിയ പോലെ നടക്കുന്നതും തമ്മിൽ എത്രമാത്രം അന്തരമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതിന്റെ വ്യത്യാസം എത്രമാത്രം വലുതാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. ഇന്നത്തെ സുജൂദ് ചെയ്താലുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് സാമ്പ്രദായിക മതക്കാരായ പുരോഹിതന്മാർ അവരുടെ പ്രസംഗങ്ങളിലൊക്കെ പറയുന്നത് നാം കേട്ടിട്ടുണ്ട്.
അതായത് തറയിൽ നെറ്റിമുട്ടിക്കുമ്പോൾ രക്തം തലച്ചോറിലേക്ക് ഒഴുകുകയും ബുദ്ധിപരമായ കഴിവ് വർദ്ധിക്കുകയും ചെയ്യുമെന്ന് ചില സാമ്പ്രദായിക മതക്കാർ തട്ടിവിടാറുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ നമ്മുടെ നെറ്റി വെക്കുമ്പോൾ ആ ഭൂമിയിൽ നിന്ന് എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ശക്തി, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കരണ്ട് നമ്മുടെ തലച്ചോറിലേക്കും ശരീരത്തിലേക്കും വ്യാപിക്കും, പരക്കും എന്നും ഇവർ തട്ടിവിടാറുണ്ട്. സുജൂദിന്റെ ഈ രൂപത്തിൽ സുജൂദ് ചെയ്യുന്നതിന്റെ മഹത്വത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ പല പണ്ഡിതന്മാരും ഈ രൂപത്തിൽ വിവരിക്കുന്നത് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ സുജൂദ് ചെയ്ത് തലച്ചോറിലേക്ക് രക്തമൊഴുകുകയോ ഭൂമിയിൽ നിന്നൊരു പ്രത്യേക രൂപത്തിലുള്ള ശക്തി തന്റെ ശരീരത്തിലേക്ക് കയറുകയോ ചെയ്തിട്ട് ലോകത്ത് കഴിഞ്ഞുപോയ ലക്ഷക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരിൽ എന്തുകൊണ്ട് എടുത്തു പറയത്തക്ക ആരും തന്നെ ഇങ്ങനെ സുജൂദ് ചെയ്യുന്ന സാമ്പ്രദായിക മതക്കാരിൽ നിന്നും ഉണ്ടായതായി കാണുന്നില്ല എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ലോകത്ത് കഴിഞ്ഞുപോയ ശാസ്ത്രജ്ഞന്മാരിലും ചിന്തകന്മാരിലും മനുഷ്യ സ്നേഹികളുമായ ലക്ഷക്കണക്കിന് ആളുകൾ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കഴിഞ്ഞുപോയിട്ട് ഇവരിൽ നിന്ന് ആരെങ്കിലും ഈ രൂപത്തിൽ തലച്ചോറിലേക്ക് രക്തമൊഴുകിയതിന്റെ ഫലമായി ബുദ്ധി കൂടിയിട്ടോ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഒരു ശക്തി തന്റെ തലച്ചോറിലേക്കും ശരീരത്തിലേക്കും പ്രവേശിച്ചതുകൊണ്ടോ ഇങ്ങനെ ലോകത്ത് ഈ ചരിത്രത്തിൽ എവിടെയും എന്തുകൊണ്ട് ബുദ്ധിമാന്മാരായ ശാസ്ത്രജ്ഞന്മാരാരും ലോകത്ത് ഇത്തരം ആളുകളിൽ നിന്നുണ്ടായില്ല എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. സജദ എന്ന പദത്തിന്റെ വിവിധ രൂപങ്ങൾ ഖുർആനിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഉപയോഗിച്ച വല്ല സ്ഥലത്തും നെറ്റിത്തടം നിലത്തുകുത്തുക എന്ന അർത്ഥം ലഭ്യമാകുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഭൂമിയിൽ അള്ളാഹു ഒരു ഖലീഫയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് മലക്കുകളോട് അള്ളാഹു കൂടിയാലോചന നടത്തുന്നത് മുതൽ സുജൂദ് എന്ന പ്രയോഗം ഖുർആനിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ യൂസുഫ് നബിയുടെ മുമ്പിൽ യൂസുഫ് നബിയുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ആ സമൂഹത്തിലെ ഉന്നതന്മാരുമായ ആളുകൾ സുജൂദ് ചെയ്യുന്ന കാര്യം ഖുർആനിൽ വിവരിക്കുന്നത് കാണാം. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഒരു നഗരത്തിലേക്ക് സുജൂദിലായിക്കൊണ്ട് പ്രവേശിക്കാനുള്ള നിർദ്ദേശം തന്റെ ജനതയ്ക്ക് നൽകുന്ന കാര്യവും ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ മുഹമ്മദ് നബിക്ക് മുമ്പ് തന്നെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെയും അള്ളാഹുവിന് അർപ്പിക്കുന്ന വിധേയത്വത്തിന്റെയും പ്രതീകമായി സുജൂദ് പരാമർശ വിഷയമായി നമുക്ക് ഖുർആനിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രത്യക്ഷമോ പരോക്ഷമോ ആയ യാതൊരു ഗുണവും ചെയ്യാത്ത കേവലം നെറ്റിത്തടം തറയിൽ മുട്ടിക്കുന്ന പ്രക്രിയയാണ് സുജൂദ് എങ്കിൽ മുൻ പ്രവാചകന്മാരുടെ കാലത്തെല്ലാം ഉണ്ടായിരുന്നതും അവർ ചെയ്തതുമായ ഈ സുജൂദ് ഇത്രയും ലളിതമായ ഒരു പ്രവൃത്തി മുഹമ്മദ് നബിക്ക് പഠിപ്പിക്കാൻ എന്തിനാണ് ഒരു മലക്കിനെ വിട്ടത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. പൂർവ പ്രവാചകന്മാർക്ക് ആർക്കും ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടതായിട്ടും അറിവില്ല. ഏതെങ്കിലും ഒരു മലക്കിനെ വിട്ട് പൂർവ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ പറയപ്പെടുന്ന സുജൂദ് ചെയ്യാൻ ഏതെങ്കിലും ഒരു മലക്കിനെ വിട്ട് പഠിപ്പിച്ചതായിട്ട് ഖുർആനിലോ ചരിത്രത്തിലോ എവിടെയും കാണുന്നുമില്ല. മുഹമ്മദ് നബി തന്നെ ഇങ്ങനെ പഠിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയാണ് സുജൂദ് ചെയ്തിരുന്നത് എന്ന് ഞാൻ നേരത്തെ ചോദിക്കുകയുണ്ടായി. മുഹമ്മദ് നബിയുടെ മേറാജിന്റെ നുബുവത്തിന്റെ ശേഷം മേറാജ് നടക്കുന്നതുവരെ പ്രവാചകൻ എങ്ങനെയാണ് സുജൂദ് ചെയ്തിരുന്നത് എന്ന് ഇന്നും അറിയാത്ത ഒരു സംഗതിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാമിക പ്രവർത്തനം എന്നാൽ ആകെ കൂടി സുജൂദിലായിരിക്കെ നബി പ്രബോധനം തുടങ്ങിയ പ്രബോധനം തുടങ്ങിയ ആ വർഷം മുതൽ മിഅ്റാജ് നടക്കുന്നതുവരെയുള്ള
കാലഘട്ടത്തിൽ ആകെ നമസ്കാരവും നമസ്കാരത്തിലുള്ള സുജൂദുമാണ് ആകെ ഇസ്ലാം എന്നുള്ളതാണ് ഇന്ന് പഠിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഈ പ്രവാചകൻ തന്റെ ഇസ്ലാമിക പ്രവർത്തനമായിട്ട് ചെയ്തിരുന്നത് എന്താണ്? അന്ന് ചെയ്തിരുന്നത് സുജൂദ് എങ്ങനെയാണ്? എന്നാൽ നമുക്ക് പറയാനുള്ളത് സുജൂദ് എന്നത് അത്ര ലളിതമോ വെറും കായികമായ ശാരീരികമായ പ്രകടനത്തിൽ ഒതുങ്ങുന്നതോ ആണെന്ന് ഖുർആൻ വായിക്കുന്ന ഭാഷാബോധമുള്ള ആർക്കും തോന്നുകയില്ല. ഒരു മനുഷ്യൻ അവനെ സമ്പൂർണമായി അള്ളാഹുവിന് ദൈവത്തിന് സമർപ്പിക്കുക എന്നാൽ അത് അത്യന്തം ക്ലേശകരവും പ്രയാസകരവും വിശ്വാസദാർഢ്യവും പരിശീലനവും മാനസികമായ തയ്യാറെടുപ്പും ആവശ്യമുള്ള ഒരു ഉന്നതമായ പ്രവൃത്തിയാണ് എന്ന് നമുക്കറിയാം. ഒരു മനുഷ്യൻ സർവസ്വവും അവന്റെ നാഥന്റെ മുമ്പിൽ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് കേവലം ചില ബാഹ്യ ചേഷ്ടകൾ കൊണ്ട് പൂർത്തീകരിക്കാനാവില്ല. മാത്രമല്ല, നെറ്റിത്തടം തറയിൽ മുട്ടിക്കുന്നതിനെയാണ് സുജൂദ് എന്ന പദം സൂചിപ്പിക്കുന്നതെങ്കിൽ ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും ഈ പദം, ഈ അർത്ഥം പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നെറ്റിത്തടം തറയിൽ മുട്ടിക്കുന്നത് പോലെയുള്ള ശാരീരിക ചേഷ്ടകൾ ദൈവത്തിനുള്ള സമർപ്പണമാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് അതിനേക്കാൾ ശാരീരികമായ ചേഷ്ടകൾ ചെയ്യുന്ന പല ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അതൊക്കെ ദൈവത്തിനുള്ള സമർപ്പണമാണോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഈ പദത്തിന് സാങ്കേതിക അർത്ഥം എന്ന പേരിൽ അതിന്റെ യഥാർത്ഥമായ സാങ്കേതിക അർത്ഥമാണ് ഇവരുടെ സുജൂദ് എന്നുള്ളത്. പിന്നെ നെറ്റിത്തടം നിലത്ത് മുട്ടിക്കുക എന്നുള്ളത് സാങ്കേതിക അർത്ഥമായിട്ടാണ് ഇവർ പറയുന്നത്. അപ്പൊ ഈ സാങ്കേതിക അർത്ഥം എന്ന പേരിൽ അതിന്റെ സത്യസന്ധമായ അതിന്റെ യഥാർത്ഥ അർത്ഥം അട്ടിമറിക്കുക വഴി വൻ ദുരന്തമാണ് ലോകത്ത് സംഭവിച്ചത് എന്നുള്ളത് ഇന്നത്തെ വർത്തമാനകാലം തന്നെ സാക്ഷിയാണെന്നാണ്. ലോകത്ത് ഈ രൂപത്തിൽ സുജൂദ് ചെയ്തതുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ ലോകത്ത് മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ വല്ല മാറ്റവും ഉണ്ടായതായിട്ട് അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വർത്തമാന കാലം തന്നെ ഇതിന്റെ ദുരന്ത ഫലത്തിന് സാക്ഷിയാണ്. ഒരു അധികാരിക്ക് സർവവും സമർപ്പിക്കുക എന്നതാണ് സുജൂദ് എന്ന പദത്തിന്റെ അർത്ഥമെന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, പ്രതീകാത്മകമായ ചില പ്രകടനങ്ങളിൽ മാത്രം ഈ പദത്തിന്റെ അതിവിശാലമായ താൽപര്യത്തെ നമ്മുടെ പണ്ഡിതന്മാർ ഒതുക്കിക്കളഞ്ഞു. തറയിൽ നെറ്റിവെക്കുക എന്ന ഒരു ചെറിയ കാര്യത്തിലൂടെ തന്റെ സർവസ്വവും അള്ളാഹുവിൽ സമർപ്പിച്ചു എന്നതാണ് സജദ എന്ന പദത്തിലൂടെ നാം ചെയ്യേണ്ട കർത്തവ്യം എന്നാണ് നമ്മുടെ പുരോഹിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. എന്നാൽ നമ്മുടെ വിശ്വാസങ്ങളിലും നമ്മുടെ ജീവിതത്തിലുടനീളവും അത് നമ്മുടെ സ്വത്തുക്കളിൽ പോലും ദൈവികമായ കൽപ്പനകൾ നടപ്പിലാക്കുകയും അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നതുവരെ സത്യത്തിൽ നാം സുജൂദ് ചെയ്യുക എന്ന കർത്തവ്യം നിർവഹിച്ചിട്ടില്ല എന്നതാണ് സത്യം. പരമകാരുണികനായ പടച്ചതമ്പുരാൻ മനുഷ്യരായ നമ്മൾ മാത്രം ചെയ്യുന്ന ഒരു കർമ്മമായി ഈ സുജൂദ് എന്ന പദത്തെ ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്. മറിച്ച് സുജൂദ് ചെയ്യുന്നത് മൃഗങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്, പക്ഷികൾ സുജൂദ് ചെയ്യുന്നുണ്ട്, സസ്യങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്, ആകാശഭൂമികളിലുള്ള സർവ്വ വസ്തുക്കളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോ മനുഷ്യർ ചെയ്യുന്ന ഒരു കർമ്മം മാത്രമായിട്ടല്ല വിശുദ്ധ ഖുർആനിൽ സുജൂദ് എന്ന പദത്തെ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. അതൊന്ന് നോക്കാം. ഒരു വചനം നോക്കുക. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വന്നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറുൻ മിനൻ നാസി വകസീറുൻ ഹക്ക അലൈഹിൽ അദാബു വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിമിൻ ഇന്നല്ലാഹ യഫ്അലു മാ യശാ. ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും ജന്തുക്കളും മനുഷ്യരിൽ കുറെ പേരും അള്ളാഹുവിന് പ്രണാമമർപ്പിക്കുന്നത് നീ കണ്ടില്ലേ?
നോക്കൂ, ഇത് പാരമ്പര്യ വ്യാഖ്യാനാണ്. ഇവിടെ സുജൂദിന് ഇവര് പ്രണാമം അർപ്പിക്കുക എന്നാക്കി. അതാണ് ഇവര് നമ്മൾ സുജൂദ് എന്ന പദത്തിന് സജദ യസ്ജുദ്, സുജൂദ്, സാജിദ്, സുജ്ജദൻ എന്ന് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച ആയത്തുകൾക്കൊക്കെ സാമ്പ്രദായിക മതക്കാർ അർത്ഥം കൊടുത്ത ആയത്തുകളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ ഇവർ ഈ രംഗത്ത് കാണിച്ച അട്ടിമറി വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില സ്ഥലത്ത് കുനിയുക, കുമ്പിടുക എന്നർത്ഥം പറയും. ചില സ്ഥലത്ത് പ്രണമിക്കുക എന്നർത്ഥം പറയും. ചില സ്ഥലത്ത് സാഷ്ടാംഗം ചെയ്യുക എന്നർത്ഥം പറയും. ചില സ്ഥലത്ത് ഇവരെന്ത് ചെയ്യും? സുജൂദ് ചെയ്യുക എന്ന് അറബിയിൽ തന്നെ പറയും. ഇങ്ങനെ പല രൂപത്തിലാണ് ഖുർആനിൽ സജദ യസ്ജുദു, സുജൂദ്, സാജിദ്, സുജ്ജദൻ എന്ന പദത്തിന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഇന്നത്തെ നിലവിലുള്ള പരിഭാഷകൾ എന്റെ സഹോദരങ്ങൾ ഒന്നെടുത്ത് വായിച്ചു നോക്കുക. പല അർത്ഥങ്ങളാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതായത് സത്യസന്ധമായ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അവർക്ക് നൽകേണ്ടി വന്നത്. ചിലയിടത്ത് സുജൂദ് എന്ന അറബിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് അർത്ഥം പറഞ്ഞത്. കാരണം അവിടെ മറ്റൊന്നും പറയാൻ കഴിയില്ല. ഇങ്ങനെ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും പ്രത്യേകിച്ചും മനുഷ്യരിൽ തന്നെ അധികം ആളുകളും സദാ ദൈവത്തിന് സുജൂദിലാണെന്നും അത് നിങ്ങൾ കാണുന്നുമില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്, കണ്ടിട്ടില്ലേ എന്നല്ല. എന്നാൽ നിലത്ത് നെറ്റിത്തടം മുട്ടിക്കുന്ന തരത്തിൽ ആരാധനയുടെ ഭാഗമായി സുജൂദ് ചെയ്യുന്നത് നാം യഥാർത്ഥത്തിൽ കാണുന്നേയില്ല. ജനങ്ങളിൽ 5% പോലും ഇല്ല, നാം കാണുന്നില്ല. ഇങ്ങനെ ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും ജീവജാലങ്ങളും മനുഷ്യരിൽ അധിക പേരും. ഇനി അവിടെ നിന്ന് പലരും നിർത്തിക്കണം. ശരി, കസീറുൻ ഹക്ക അലൈഹിൽ അദാബിനെ താഴോട്ട് കൊണ്ടുതന്നാണ് പലരും വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ശരി, ഇനി അവര് പറഞ്ഞ പോലെ തന്നെ അവിടെ തന്നെ നിർത്തണം. അവിടെ തന്നെ നിർത്തി. അവിടെ ഇവര് സാധാരണ കസീറുൻ ഹക്ക അലൈഹിൽ അദാബ് എന്നിടത്ത് താഴോട്ടിന് കൊണ്ടുവന്നു. അത് അതിന് സമ്മതിച്ചു, അവരുടെ വാദത്തിന് അങ്ങനെ തന്നെ സമ്മതിച്ചു എന്ന് വെച്ചാൽ തന്നെ ഈ പറയുന്ന സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ, ജീവജാലങ്ങൾ, മനുഷ്യരിൽ അധിക പേരും ഇവരൊക്കെ ഈ രൂപത്തിൽ നിലത്ത് തലകുത്തിക്കൊണ്ട് സുജൂദ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് നീ കാണുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. പക്ഷെ നാം കാണുന്നില്ല. ഇവിടെ മറ്റുള്ള ജീവജാലങ്ങളുടെയൊക്കെ വിടുക, മനുഷ്യരിൽ തന്നെ അധിക പേരും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത് നീ കാണുന്നില്ലേ എന്നാണ്. ഈ രൂപത്തിൽ മനുഷ്യരിൽ അധിക പേരും കസീറും മിനന്നാസി, മനുഷ്യരിൽ അധികം ആളുകളും ഭൂമിയിൽ ഈ 7-8 അവയവങ്ങളോടുകൂടി അല്ലെങ്കിൽ 7 അവയവങ്ങളോടുകൂടി നിലത്ത് കുത്തിക്കൊണ്ട്, നെറ്റിത്തടം നിലത്ത് കുത്തിക്കൊണ്ട് ചെയ്യുന്ന സുജൂദ് നാം കാണുന്നില്ല. 5% പോലുമില്ല. ബാക്കിയുള്ള വിശ്വാസികളും അവിശ്വാസികളുമായ 95% ആളുകളും ഇത്തരത്തിലുള്ള സുജൂദിലായിരിക്കുന്നത് നാം കാണുന്നേയില്ല. പക്ഷെ അള്ളാഹു ചോദിക്കുന്നത് ആകാശഭൂമികളിലുള്ള സർവ്വ വസ്തുക്കളും, സൂര്യനും ചന്ദ്രനും പുഴകളും നദികളും വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും ഇവയെല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത് നീ കാണുന്നില്ലേ എന്നാണ്. എന്നാൽ ചില ആളുകൾ പറഞ്ഞത് അവരുടെ സുജൂദ് നമുക്ക് മനസ്സിലാകില്ല എന്നാണ്. എന്നാൽ അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്, ഇവിടെയും അതുപോലെ തന്നെ മറ്റൊരു അധ്യായത്തിലും അള്ളാഹു ഇവയുടെയൊക്കെ സുജൂദ് വീക്ഷിക്കാനും ചിന്തിക്കാനും അത് മനസ്സിലാക്കാനുമാണ് അള്ളാഹു നിങ്ങൾ കാണുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, നോക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നത്. അപ്പോൾ ഈ സൂറത്ത് അൽ ഹജ്ജ് 18-ാം വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നത് ആകാശഭൂമികളിലുള്ള സർവ്വ വസ്തുക്കളും, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വൃക്ഷലതാദികളും ജീവജാലങ്ങളും ജനങ്ങളിൽ അധിക പേരും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ്.
അപ്പൊ നമുക്കറിയാത്ത, നമുക്ക് മനസ്സിലാകാത്ത, നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്ന് നമ്മോട് വീക്ഷിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുകയില്ല. അപ്പൊ ഇവിടെ ഇവര് അട്ടിമറിക്കാനുള്ള കാരണം ഈ 7 അവയവങ്ങൾ, ഉമിർത്തു അൻ അസ്ജുദ അലാ സബ്അതി അഅ്ളുമിൻ എന്നാണല്ലോ ഹദീസ്. 7 അവയവങ്ങൾ നിലത്ത് കുത്തിക്കൊണ്ട് സുജൂദ് ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ സുജൂദ് ചെയ്യുന്നത് ലോകത്തുള്ള ജനസംഖ്യയിൽ 5% പോലും ഈ രൂപത്തിൽ സുജൂദ് ചെയ്യുന്നില്ല. എന്നാൽ ജനങ്ങളിൽ അധികം ആളുകളും സുജൂദ് ചെയ്യുന്നത് നീ കാണുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇവരെ ഇവിടെ പ്രണമിക്കുക എന്ന് അർത്ഥം പറയാനുള്ള കാരണം. സാഷ്ടാംഗം ചെയ്യുക എന്നോ സുജൂദ് ചെയ്യുക എന്നോ അർത്ഥം പറഞ്ഞാൽ ഈ പറയുന്ന വസ്തുക്കളോ, ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും വൃക്ഷലതാദികളും പക്ഷിപർവാദികളും അതുപോലെയുള്ള ജീവജാലങ്ങളും നദികളും പുഴകളും ഒക്കെ അള്ളാഹുവിന് പ്രണമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഇവർ ചോദിക്കാനുള്ള കാരണം, ഇവിടെ സുജൂദിന്റെ ശരിയായ അർത്ഥം ഇവർ പറയുന്ന സാധാരണ പാരമ്പര്യവാദികളായ മതക്കാർ പറയുന്ന ആ അർത്ഥം ഇവിടെ നൽകാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ പ്രണമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഇവർ ചോദിക്കാനുള്ള കാരണം. അപ്പൊ നമ്മൾ തന്നെ പറയണ അള്ളാഹുവിന്റെ, ദൈവത്തിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായിട്ടാണ് ഈ ജീവജാലങ്ങളും ഈ വസ്തുക്കളും ഒക്കെ സഞ്ചരിക്കുന്നത് എന്നാണ്. അതാണ് അവ അള്ളാഹുവിന് ചെയ്യുന്ന സുജൂദ്. മനുഷ്യരും അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് അവന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ആ കൽപ്പനകൾക്ക് അപ്പുറത്തേക്ക് പ്രവാചകന്മാർ കൊടുക്കുന്ന കൽപ്പനകൾ കൂടി മനുഷ്യന്മാർ സുജൂദ് ചെയ്യേണ്ടതുണ്ട്, അവരുടെ ജീവിതം സമർപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് മറ്റു ജീവജാലങ്ങളും മനുഷ്യരും തമ്മിലുള്ള സുജൂദിന്റെ വ്യത്യാസം, വിശ്വാസികളും തമ്മിലുള്ള സുജൂദിന്റെ വ്യത്യാസം. മനുഷ്യരെല്ലാവരും, പ്രകൃതിയിലെ ജീവജാലങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് നിശ്ചയിച്ച ഒരു പ്രകൃതി ദത്തമായിട്ടാണ് അവയൊക്കെ സഞ്ചരിക്കുന്നത്. ആ സഞ്ചരിക്കുന്ന അതിൽ നിന്നും മാറ്റി വിശ്വാസികൾ എന്ത് ചെയ്യണം? അള്ളാഹു പ്രവാചകന്മാരിലൂടെ കൊടുത്തയച്ച സന്ദേശങ്ങൾക്ക് കൂടി അവരുടെ ജീവിതം സമർപ്പിക്കേണ്ടതുണ്ട്, ജീവിതം അർപ്പിക്കേണ്ടതുണ്ട്. സർവാത്മന അവര് തങ്ങളുടെ ജീവിതം അള്ളാഹുവിന് അർപ്പിക്കേണ്ടതുണ്ട്. അതാണ് സുജൂദ്. സാധാരണ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളും ചെയ്യുന്ന സുജൂദും മനുഷ്യർ ചെയ്യുന്ന സുജൂദും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. ഇനി മറ്റൊരു വചനം കൂടി നോക്കൂ. അവലം യറൗ ഇലാ മാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ യതഫയ്യഉ ളിലാലുഹു അനിൽ യമീനി വശമായിലി സുജ്ജദൻ ലില്ലാഹി വഹും ദാഖിറൂൻ വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മിൻ ദാബ്ബത്തിൻ വൽ മലായികതു വഹും ലാ യസ്തക്ബിറൂൻ. ഇതിന് പാരമ്പര്യമായി കൊടുത്ത അർത്ഥം നോക്കുക. അള്ളാഹു സൃഷ്ടിച്ച ഏതൊരു വസ്തുവിന്റെയും നേർക്ക് അവർ നോക്കിയിട്ടില്ലേ? എളിയവരായിട്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് അതിന്റെ നിഴലുകൾ വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളതുമായ ഏതൊരു ജീവിയും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. മലക്കുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. അവർ അഹങ്കാരം നടിക്കുന്നില്ല. അവർക്കു മീതെയുള്ള അവരുടെ രക്ഷിതാവിനെ അവർ ഭയപ്പെടുകയും അവർ കൽപ്പിക്കപ്പെടുന്നത് എന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതാണ് പാരമ്പര്യമായി ഈ ആയത്തിന് കൊടുത്ത അർത്ഥം. ഈ വചനത്തിൽ പറയുന്നത് അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളിലേക്ക് മനുഷ്യൻ നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്നാണ്. ആ വസ്തുക്കളെല്ലാം അനുസരിക്കുന്നവരായിരിക്കെ അവയുടെ നിഴലുകൾ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടതാ വലതുവശത്തേക്കും ഇടതുവശത്തേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമായ ഏതൊരു ജന്തുവും മലക്കുകളും അഹങ്കരിക്കാതെ അള്ളാഹുവിന് തന്നെയാണ് സുജൂദ് ചെയ്യുന്നത്. അവർ തങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത് പ്രവർത്തിച്ചുകൊണ്ട് തങ്ങളുടെ മുകളിൽ നിന്ന് തങ്ങളുടെ നാഥനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത്. മുകളിൽ നിന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് ആകാശത്തിന് മുകളിൽ എന്ന് അർത്ഥമില്ല. ഇവിടെ മുകളിൽ എന്നതിന് സ്ഥാനത്തെയല്ല, സ്ഥാനം കൊണ്ട് അല്ല മുകളിലാവുന്നത്, മറിച്ച് പദവി കൊണ്ടും നിലവാരം കൊണ്ടുമാണ് അള്ളാഹു
ഫൗക മുകളിലായിരിക്കുന്നത്. സർവവ്യാപിയും മറ്റെന്തിനേക്കാളും സമീപസ്ഥനുമായ അള്ളാഹു ആകാശത്തിന് മുകളിലാണ് ഇരിക്കുന്നത് എന്ന് കരുതാനേ നമുക്ക് വയ്യ. അങ്ങനെ കരുതുന്നത് തന്നെ വിഡ്ഢിത്തമാണ്. ഇന്ന് ചില ആളുകൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഫൗക എന്ന് മുകളിൽ എന്ന് പറയുമ്പോഴേക്ക് അള്ളാഹു ആകാശത്താണ്. അത് സ്ഥാനം കൊണ്ടല്ല, മറിച്ച് അവന്റെ പദവി കൊണ്ടും അവന്റെ മഹത്വം കൊണ്ടും അവൻ നമ്മളെക്കാൾ ഔന്നിത്യത്തിലാണ് എന്നുള്ള അർത്ഥത്തിലാണ് ആ പറഞ്ഞത്. മറിച്ച് അള്ളാഹു സർവവ്യാപിയും സർവശക്തനുമായ അള്ളാഹു മനുഷ്യന്റെ അവന്റെ ശരീരത്തിലെ സർവ്വ വസ്തുക്കളെക്കാളും അവനോട് അടുത്ത് കിടക്കുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹു ഉപരിഭാഗത്ത് എവിടെയെങ്കിലുമാണ് ഇരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പൊ ഈ പറഞ്ഞ ഈ 16 അധ്യായം 47 മുതൽ 50 വരെ വരുന്ന വചനങ്ങളിൽ അള്ളാഹു പറയുന്നത് ആദ്യമായി അവന്റെ വസ്തുക്കളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ പറയുന്നു. രണ്ടാമതായി രൂപമുള്ള എല്ലാ വസ്തുക്കളുടെയും നിഴലുകൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. നോക്കൂ, അപ്പോഴാണ് അവന്റെ വസ്തുക്കളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാനാ പറയുന്നത്. ഇവര് പറയുന്ന അവരുടെ സുജൂദ് മനസ്സിലാവില്ല എന്ന്. രൂപമുള്ള എല്ലാ വസ്തുക്കളുടെയും നിഴലുകൾ അള്ളാഹുവിനാണ് സുജൂദ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ആയത്തിൽ പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ജീവജാലങ്ങളും മലക്കുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. നിങ്ങൾ നോക്കണം, സുജൂദിന്റെ അർത്ഥം നെറ്റിത്തടം നിലത്തുകുത്തുക എന്നുള്ള അർത്ഥം സങ്കല്പിച്ചുകൊണ്ട് ഈ ആയത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ജീവജാലങ്ങളും മലക്കുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. മറ്റൊരു കാര്യം ഈ ആയത്തിൽ പറഞ്ഞത് പ്രപഞ്ചത്തിൽ അഹങ്കരിക്കുന്നതായിട്ട് ഒന്നുമില്ല. നോക്കൂ, എല്ലാ വസ്തുക്കളും അതാണ് അഹങ്കരിക്കാതെ. ആദമിനോട് സുജൂദ് ചെയ്യുക പറഞ്ഞപ്പോഴാണ് പിന്നെ ഇബ്ലീസ് അവിടെ ഇസ്തിക്ബാർ അഹങ്കരിക്കുക ചെയ്തത്. അപ്പൊ അഹങ്കരിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് കഴിയുക എന്നുള്ളതാണ് സത്യത്തിൽ സുജൂദ്. തന്റെ സർവാത്മന തന്റെ ജീവിതം തന്നെ ദൈവത്തിന് അള്ളാഹുവിന് സമർപ്പിക്കലാണ് സത്യത്തിൽ സുജൂദ്. അതാണ് പ്രപഞ്ചത്തിൽ അഹങ്കരിക്കുന്നതായിട്ട് ഒന്നുമില്ല. മറ്റൊരു കാര്യം ഈ ആയത്തിൽ പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും അവരുടെ സൃഷ്ടാവിനെ ഭയക്കുന്നു. മറ്റൊരു കാര്യം അവന്റെ കൽപ്പനക്കനുസരിച്ചിട്ടാണ് അവ പ്രവർത്തിക്കുന്നത്. നമ്മൾ വലിയൊരു ചിന്തയൊന്നും ഈ ആയത്തിന്റെ ആശയം മനസ്സിലാക്കാൻ വേണ്ട. ചെറിയ ഒരു ചിന്തയിലൂടെ തന്നെ സജദ എന്ന ക്രിയയുടെ അർത്ഥം എന്താണ് എന്നുള്ളത് ഈ വചനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും പറയുന്നത് സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും പർവ്വതങ്ങളുടെയും സുജൂദ് മനുഷ്യർക്ക് മനസ്സിലായില്ല എന്ന്. എന്നാൽ അള്ളാഹുവിന് മാത്രമേ അറിയൂമെന്നാണ്. എന്നാൽ ഇവിടെ വിവരിക്കുന്ന വചനങ്ങളിലെ ആദ്യത്തെ വചനത്തിൽ അള്ളാഹു ഈ ജീവജാലങ്ങളുടെയും പദാർത്ഥങ്ങളുടെയും സൃഷ്ടിപ്പിനെ കുറിച്ചും സുജൂദിനെ കുറിച്ചും ചിന്തിക്കാനാണ് പറയുന്നത്. അടുത്ത വചനത്തിൽ ആ സുജൂദ് എങ്ങനെയാണെന്നും വിശദീകരിക്കുന്നു. നോക്കൂ, വഹും ദാഖിറൂൻ, അവർ അവന് അനുസരിക്കുന്നവരാണ്. വഹും ലാ യസ്തക്ബിറൂൻ, അവർ അഹങ്കരിക്കുകയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവർ കൽപ്പിക്കപ്പെടുന്നതെന്തോ അത് പ്രവർത്തിക്കുന്നവരുമായിരിക്കും. ഇതാണ് അള്ളാഹുവിനുള്ള സമർപ്പണം, അള്ളാഹുവിനുള്ള സുജൂദ് എന്ന് പറയുന്നു. പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളും സസ്യങ്ങളും മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും മലക്കുകളും എല്ലാം അള്ളാഹുവിനെ അനുസരിക്കുന്നു. ഉദാഹരണത്തിന് സൂര്യൻ ഒരിക്കലും ഉദിക്കാൻ വിസമ്മതിക്കുന്നില്ല. അത് അതിന്റെ സൃഷ്ടാവിനെ വഴിപ്പെട്ടുകൊണ്ടാണ് അവ മുന്നോട്ട് പോയിക്കൊണ്ട് ചരിക്കുന്നത്. ആട് പാല് തരാൻ വിസമ്മതിക്കുന്നില്ല. മരങ്ങൾ ഫലങ്ങൾ തരാൻ നിർത്തുന്നില്ല. കാറ്റ്, ജലം ഇവയൊക്കെ അവയുടെ ധർമ്മം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അപ്പോ ഇത് മരങ്ങൾ അവയുടെ ഫലങ്ങൾ തരുന്നത് നിർത്തുന്നില്ല. ഇങ്ങനെ പ്രപഞ്ചത്തിലെ പരമാണു തൊട്ട് ഭീമാകാരമായ നക്ഷത്രങ്ങൾ വരെ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് നിലകൊള്ളുന്നത്. ആ നിയമങ്ങളെ അവ ഒരിക്കലും ധിക്കരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവയോട് കൽപ്പിക്കപ്പെട്ട പോലെ അവ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിനാണ് സജദ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമാണ് അള്ളാഹു നമ്മോട് പറയുന്നത്.
എന്നിട്ട് മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവ് തന്ന ആ കൽപ്പനക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം സുജൂദ് ചെയ്തുകൂടാ, ജീവിതം സമർപ്പിച്ചുകൂടാ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇനി ഇങ്ങനെ മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് തങ്ങളുടെ ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളും അവയൊക്കെ ദൈവികമായ നിയമങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ടും അനുസരിച്ചുകൊണ്ടും അവയെ ആ നിയമങ്ങളെ ധിക്കരിക്കാതെയുമാണ് അവ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർക്ക് പ്രവാചകന്മാർ മുഖേന കൊടുത്തയച്ച വേദങ്ങൾക്കും അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കും കൽപ്പനകൾക്കും അവന്റെ ജീവിതം അവന് സമർപ്പിക്കേണ്ടതുണ്ട്, സമർപ്പിക്കണം. എന്നാലേ നിങ്ങൾക്കും ശരിയായ രൂപത്തിൽ ഈ ലോകത്ത് നിലനിന്നു പോകാൻ കഴിയുള്ളൂ, സുഖകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇവയുടെ സുജൂദുകളെ കുറിച്ച് നീ ചിന്തിക്കണം എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്, എല്ലാം ഒരു കറണ്ട് ആകട്ടെ, അതിന് നിശ്ചയിച്ച മാർഗം, ആ കറണ്ട് അതിന് നിശ്ചയിച്ച വൈദ്യുതി അതിന് നിശ്ചയിച്ച മാർഗങ്ങളിൽ നിന്ന് അത് വ്യതിചലിക്കാൻ തുടങ്ങിയാൽ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും. ലോകത്ത് മനുഷ്യന് പിന്നെ ജീവിക്കാനേ കഴിയില്ല. അതിന് നിശ്ചയിച്ച ചില വസ്തുക്കളുണ്ട്, ആ വസ്തുക്കളിലൂടെ മാത്രമേ അത് സഞ്ചരിക്കുകയുള്ളൂ. ഇങ്ങനെ പ്രപഞ്ചം, ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും ദൈവത്തിന്റെ കൽപ്പനകൾക്ക്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക്, മാർഗനിർദ്ദേശങ്ങൾക്ക് അവ ധിക്കരിക്കാതെയാണ് ഇവയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനിനി എന്ത് ചെയ്യണം? ദൈവം കൊടുത്തയച്ച ദൈവികമായൊരു വ്യവസ്ഥിതി ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് പ്രവാചകന്മാരിലൂടെ അവൻ അവതരിപ്പിച്ചതാണ്. ആ വ്യവസ്ഥിതിക്ക് സർവാത്മന അവൻ അംഗീകരിക്കുകയും സർവാത്മന നമ്മുടെ ജീവിതം തന്നെ അതിനുവേണ്ടി അവൻ സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവൻ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു പറയുന്നു, നോക്കൂ, മുഹമ്മദുൻ റസൂലുള്ളാഹി വല്ലദീന ആമനു വല്ലദീന മാഹു മുഹമ്മദുൻ റസൂലുള്ളാഹി വല്ലദീന മാഹു അശിദ്ദാഉ അലൽ കുഫാരി റഹ്മാഉ ബൈനഹും തറാഹും റുക്അൻ സുജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. ഇവ നോക്ക്, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ്. അവന്റെ കൂടെയുള്ളവർ സത്യനിഷേധികൾക്കെതിരെ അതിശക്തന്മാരും, ഒരു പാരമ്പര്യ വ്യാഖ്യാനാണ്, സത്യവിശ്വാസികളുടെ ഇടയിൽ കൃപാലുക്കളും അത്രേ. അള്ളാഹുവിങ്കിൽ നിന്ന് ഔദാര്യവും തൃപ്തിയും തേടിക്കൊണ്ട് നമിക്കുന്നവരായി, കുമ്പിടുന്നവരായി അവരെ നീ കാണുന്നു. നമസ്കാരത്തിന്റെ തഴമ്പ് തുടങ്ങി അവരുടെ മുഖങ്ങളിൽ അവരുടെ അടയാളങ്ങളുണ്ട്. പാരമ്പര്യ വ്യാഖ്യാനം, പാരമ്പര്യമായി ഒരു മുഫസ്സിർ, ഒരു വ്യാഖ്യാതാവ് കൊടുത്ത അർത്ഥമാണ്. അതിന്റെ ഭാഷാപരമായ ഘടനയും അതിലെ വിവരക്കേടുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യണില്ല. നമസ്കാരത്തിന്റെ തഴമ്പ് തുടങ്ങി അവരുടെ മുഖങ്ങളിൽ അവരുടെ അടയാളങ്ങളുണ്ട്. ദൈവിക വചനത്തെ സത്യത്തിൽ ഇവിടെ അട്ടിമറിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ദൂതനായ മുഹമ്മദിന്റെയും അനുചരന്മാരുടെയും, അതായത് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയും സ്വഭാവ ഗുണങ്ങളാണ് ഈ ആയത്തിൽ വിവരിക്കുന്നത്. സുജൂദ് എന്നുള്ളതിന് രണ്ടർത്ഥമാണ്. ഇപ്പൊ ഞാൻ വായിച്ച ആയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, രണ്ടർത്ഥമാണ് ഇവിടെ പാരമ്പര്യവാദികൾ, സാമ്പ്രദായിക മതക്കാർ നൽകിയിട്ടുള്ളത്. റുക്അൻ സുജദൻ എന്നുള്ളതിന് നമിക്കുന്നവരും കുമ്പിടുന്നവരും എന്ന അർത്ഥം നൽകിയവർ. എന്നാൽ അസരി സുജൂദ് എന്നുള്ളതിന് നമസ്കാര തഴമ്പ് എന്നുമാക്കിയവർ. ഇങ്ങനെ ഇവിടെ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയും അദ്ദേഹത്തിന്റെ അനുചരന്മാരും പരസ്പരം കൃപാലുക്കളാണ് എന്ന് പറയുമ്പോൾ ഇത് അവരുടെ ജീവിതത്തിൽ ഉടനീളം അവർ അനുവർത്തിക്കുന്ന, അവരുടെ ജീവിതത്തിൽ ഉടനീളം അവർ സ്വീകരിക്കുന്ന അവരുടെ സ്വഭാവമാണത്. ടൈം നോക്കിയിട്ട് സമയം 12 മണി, കുറച്ച് പരസ്പരം കൃപ കാണിക്കാം എന്ന് പറഞ്ഞ് 12:30 കുറച്ച് കൃപ കാണിക്കാന്ന് പറഞ്ഞ് പരസ്പരം കൃപ കാണിക്കല്ല. ഈ സത്യത്തിന്റെയും സമാധാനത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും ഈ വ്യവസ്ഥിതിയെ തള്ളിക്കളയുന്ന ആളുകളോട് ഒരു നിലക്കുള്ള
അനുകൂല നിലപാടും സ്വീകരിക്കുകയില്ല. അവരുടെ ആശയങ്ങളോട് കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും. അക്രമവും അനീതിയും അരാജകത്വവും അധർമ്മവും പ്രവർത്തിക്കുന്ന, സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും ന്യായത്തിന്റെയും ഈ വ്യവസ്ഥിതിയെ തള്ളിക്കളയുന്ന, അല്ലാതെ നമ്മൾ കുഫാർ എന്ന് കേൾക്കുമ്പോഴത്തിന് അശുദ്ധാവു അല്ലെങ്കിൽ കുഫാരി എന്ന് പറയുമ്പോഴത്തിന് ഇവിടുത്തെ കുറച്ച് മലയാള പേരുള്ള കുറച്ച് ഹൈന്ദവരെയും ക്രൈസ്തവരുടെയും പേരുകളാണ് നമ്മുടെ മനസ്സിൽ ഓടി വരിക. ഇസ്ലാമിന്റെ ഈ സമാധാനത്തിന്റെ, ഈ നീതിയുടെ, ഈ ധർമ്മത്തിന്റെ, ഈ ന്യായത്തിന്റെ ഈ വ്യവസ്ഥിതി ഭൂമിയിൽ അതിനെ ധിക്കരിക്കുകയും അതിനെ തള്ളിക്കളയുകയും അതിനെ മൂടിവെക്കുകയും അക്രമങ്ങളും അനീതികളും അരാജകത്വങ്ങളും നശീകരണ പ്രവർത്തനങ്ങളും രാജ്യത്ത് സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആളുകളോട് കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നവരുമായിരിക്കും അവർ. അതും സമയം നോക്കി ചെയ്യാവുന്ന കാര്യമല്ല. 12:30 മണിയായി, കുഫാറുകളോട് കുറച്ച് കർക്കശ നിലപാട് സ്വീകരിക്കട്ടെ, 4 മണിയായി കുറച്ച് കർക്കശ നിലപാട് ഞങ്ങൾ സ്വീകരിക്കട്ടെ എന്ന രീതിയിലല്ല, മറിച്ച് സദാസമയവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സ്വഭാവ വിശേഷണങ്ങളാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെയാണ് അവരെ നിനക്ക് കാണാം റുക്കഅൻ സുജ്ജദൻ. റുക്കഅൻ സുജ്ജദൻ, അവർ ദൈവികമായ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് നമിച്ച് ജീവിക്കുന്നവരായിട്ട് നിനക്ക് കാണാന്ന. അത് ഏകദേശം ടൈം ടേബിള് വെച്ചിട്ട് 12:30 നിലത്ത് തലകുത്തല്, 4 മണിക്കൊന്ന്, ഒരു 6:30 ഇങ്ങനെ സമയം ഫിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളുമല്ല. സദാ അവരുടെ ജീവിതത്തിൽ അവര് ദൈവികമായ കൽപ്പനക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ സമാധാനത്തിന്റെയും നീതിയുടെയും ദൈവിക വ്യവസ്ഥയെ തള്ളിക്കളയുന്നവരോട് കർക്കശ നിലപാട് സ്വീകരിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അതും നിശ്ചിത സമയങ്ങളിൽ അല്ല എന്ന് പറഞ്ഞതുപോലെ മുഹമ്മദ് നബിയും കൂടെയുള്ളവരും റുക്കൂഇലും സുജൂദിലുമായി കാണാമെന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്ന തരത്തിൽ നിശ്ചിത സമയങ്ങളിൽ മാത്രം അനുഷ്ഠിക്കപ്പെടുന്ന കേവലം ശരീര ചേഷ്ടകളല്ല, മറിച്ച് സദാസമയവും അവർ ദൈവിക കൽപ്പനക്ക് വഴങ്ങി ജീവിക്കുന്നവരായിരിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അവരെ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള റുക്കൂഇലും സുജൂദിലുമായി കാണാമെന്നല്ല, സദാസമയവും അങ്ങനെ ആ രൂപത്തിൽ അവരെ കാണുക എന്നുള്ളത് എത്രമാത്രം അപ്രായോഗികവുമാണ് എന്ന് നാം ചിന്തിക്കണം. ഇനി മറ്റൊരു അഫരി സുജൂദ് ഫീ വുജൂഹ് സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഫരി സുജൂദ് എന്ന് പറഞ്ഞല്ലോ. അവരുടെ മുഖങ്ങളിൽ സുജൂദിന്റെ, അവര് നമസ്കാരത്തഴമ്പ് എന്നാ അവിടെ വെച്ചത്. 2 ഭാഗത്തും ഈ ഒട്ടകത്തിന്റെ മുഖത്തെ സുജൂദിന്റെ ലക്ഷണം എന്ന് വെച്ചാൽ ഒട്ടകത്തിന്റെ മുട്ടുകാലിലുള്ളതുപോലെയുള്ള, നാം ഒട്ടകത്തിന്റെ മുട്ടുകാലിൽ കാണുന്നത് പോലെയുള്ള ഒരു തഴമ്പ് മാത്രമാണതെന്ന് കരുതാനാവുമോ? ഒരു തഴമ്പ് കൊണ്ട് മാത്രം ഒരാൾ സൃഷ്ടാവിന് വഴിപ്പെട്ടയാളാണെന്ന് കരുതുന്നതിൽ എന്ത് ന്യായമാണുള്ളത് സഹോദരങ്ങൾ? മുഖത്ത് പ്രതിഫലിക്കുന്നത് മനസ്സിലുള്ളതാണെന്ന് ആണല്ലോ പൊതുവായ സാധാരണ ഒരു പറയാറുള്ളതും കാഴ്ചപ്പാടും അതാണ്. മനസ്സുകൊണ്ട് അഥവാ ഹൃദയം കൊണ്ട് സൃഷ്ടാവിനെ നമിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന ഒരാളുടെ മുഖത്ത് അതിന്റെ പ്രതിഫലനം ഉണ്ടാവുമെന്നല്ലേ അതിന് നമുക്ക് ഏറ്റവും അനുയോജ്യമായി അതിന് മനസ്സിലാക്കാൻ പറ്റുന്ന അർത്ഥം. മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണല്ലോ സാധാരണ നാട്ടിലൊക്കെ പറയാറുള്ളത്. മുഖചർമ്മത്തിലെ തഴമ്പ് മനസ്സിന്റെ പ്രതിഫലനമാവുകയില്ലല്ലോ. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കാനും അവന്റെ കൽപ്പനകൾക്ക് സർവാത്മന തന്നെ സമർപ്പിക്കാനുമുള്ള അവന്റെ മനസ്സിന്റെ ആ ആഗ്രഹം, ആ മനസ്സിന്റെ ആ താല്പര്യം, അത് അവന്റെ മുഖത്ത് അതിന്റെ പ്രതിഫലനം, അതിന്റെ ലക്ഷണം നിങ്ങൾക്ക് അവരുടെ മുഖങ്ങളിൽ കാണാമെന്നാണ്. അല്ലാതെ നമസ്കാരത്തഴമ്പ് കാണാമെന്നല്ല. ഇതൊക്കെ സുജൂദിന്റെ ആശയത്തെ, അർത്ഥത്തെ അട്ടിമറിച്ചപ്പോൾ വന്ന തകരാറുകളാണ്. അവരുടെ മുഖം അല്ലാതെ നെറ്റ് തറയിൽ മുട്ടിച്ച് ഉരസി ഉണ്ടാക്കുന്ന ഒരു തഴമ്പ് കാണാമെന്നല്ല. ഇങ്ങനെ ശരീരത്തിലുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു തഴമ്പ് കൊണ്ടാണോ ഒരാളുടെ ഭക്തി വിലയിരുത്തേണ്ടത് എന്ന് നാം ചിന്തിക്കണം. മറിച്ച് അവന്റെ ഭക്തി വിലയിരുത്തേണ്ടത് അവന്റെ മനസ്സിന്റെ നിഷ്കളങ്കത കൊണ്ടും
ആ മനസ്സുകൊണ്ട് അള്ളാഹുവിന് എത്രമാത്രം അവൻ സമർപ്പിക്കാൻ തയ്യാറാണ്, അവന്റെ വചനങ്ങൾക്കും അവന്റെ മാർഗനിർദ്ദേശങ്ങൾക്കും തന്നെ സമർപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള അവന്റെ മനസ്സിന്റെ ദൃഢവിശ്വാസം കൊണ്ടാണ് അത് അളക്കേണ്ടത്, ദൃഢനിശ്ചയം കൊണ്ടാണ് അത് അളക്കേണ്ടത്. അല്ലാതെ ശരീരത്തിൽ എവിടെയെങ്കിലും പൊങ്ങുന്ന ഒരു അടയാളം കൊണ്ടോ തഴമ്പ് കൊണ്ടോ അവന്റെ ദൈവത്തിന്, അവന്റെ സൃഷ്ടാവിന് വഴിപ്പെടാനുള്ള ലക്ഷണമായിട്ട് അത് കാണാൻ കഴിയില്ല. അങ്ങനെ കാണാൻ കഴിയുന്നവർ ആ രൂപത്തിൽ മനസ്സിലാക്കുന്നതിന് കുഴപ്പമില്ല, നമ്മൾ തർക്കിക്കാനൊന്നുമില്ല. ഒരാഴ്ച കൊണ്ട് തഴമ്പുണ്ടാക്കാം ഇന്നത്തെ രൂപത്തിലാണെങ്കിൽ. ഒരാഴ്ച കൊണ്ടും നെറ്റിയിൽ 2 ഭാഗത്തും ഇപ്പൊ തഴമ്പുണ്ടാക്കാം. ആ രൂപത്തിൽ നിർമ്മിക്കപ്പെടുന്ന ചില പായകൾ വരുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തോ ആകട്ടെ, പക്ഷെ ഞാൻ പറയുന്നത് സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം. മനസ്സിൽ അവന്റെ സൃഷ്ടാവിന്റെ കൽപ്പനകൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും തന്നെ സമർപ്പിക്കാൻ അവന്റെ മനസ്സിൽ തയ്യാറുണ്ടോ അതിന്റെ പ്രതിഫലനം അവന്റെ മുഖത്ത് കാണാം. അതാണ് അള്ളാഹു പറയുന്നത്. അതാണ് മുഹമ്മദ് നബിയുടെയും അനുചരന്മാരുടെയും മുഖത്ത് അവരുടെ രക്ഷിതാവിന്റെ കൽപ്പനകൾക്ക് വണങ്ങി ജീവിക്കാനുള്ള ഒരു ലക്ഷണം അവരുടെ മുഖങ്ങളിൽ നിങ്ങൾക്ക് കാണാമെന്ന് പറയുന്നു. വിശ്വാസികൾ അവന്റെ വചനങ്ങൾ കേട്ടാൽ ആ രൂപത്തിൽ അവർക്ക് സുജൂദ് ചെയ്യുന്നവരായിരിക്കുമെന്ന് പല വചനങ്ങളിലും അള്ളാഹു വിശദീകരിക്കുന്നു. ഒരായത്ത് നോക്കൂ. ഇന്നമാ യുഅ്മിനു ബിആയാതിനല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. ഇതിന് പാരമ്പര്യമായി കൊടുത്ത അർത്ഥമൊന്ന് നോക്കുക. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. അവിടെ കണ്ട് അഹങ്കരിക്കല്ല, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് അനുസരിക്കുകയാണ് ചെയ്യണം. ഇനി നമുക്ക് വിശദീകരിക്കാം. ഈ വചനത്തിലും നെറ്റിത്തടം തറയിൽ മുട്ടിച്ചുകൊണ്ട് ചെയ്യുന്ന സുജൂദ് എത്രമാത്രം പ്രായോഗികമാകും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഖുർആനിക വചനങ്ങൾ, അതായത് ഇതാണ് നമ്മുടെ ഇന്നമാ യുഅ്മിനു, തീർച്ചയായും വിശ്വസിക്കുന്നവർ, ബി ആയാത്തിന, എന്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവർ, ഇദാ ദുക്കിറൂ ബിഹാ, അതുകൊണ്ട് അവരെ ഉത്ബോധനം നടത്തപ്പെട്ടാൽ, ഖറൂ സുജ്ജദൻ. നോക്കൂ, അപ്പോ അള്ളാഹു ദൈവിക വചനങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആനിക വചനങ്ങളാണ് ദൈവിക വചനങ്ങൾ. ദൈവിക വചനങ്ങൾ, എല്ലാ ദൈവിക വചനങ്ങളും ഉത്ബോധനങ്ങളുമാണ്. ഇവര് പറഞ്ഞ പോലെ ഒരു 5-8 ആയത്തുകൾ മാത്രം കേട്ടാ സുജൂദ് ചെയ്താ മദീന, അത് മാത്രമാണ് അള്ളാഹുവിന്റെ വചനങ്ങളും, അത് മാത്രമാണ് ആ വചനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഉത്ബോധനം എന്നുള്ളതാണ്. ഇവിടെ ഖുർആൻ പറയുന്നത് അവന്റെ ഏത് വചനം, ഇന്നമാ യുഅ്മിനു ബി ആയാത്തിന, എന്റെ വചനങ്ങൾ കൊണ്ട് അവരെ ഉത്ബോധനം നടത്തപ്പെട്ടാൽ അവർ ഖറൂ സുജ്ജദൻ എന്നാണ്. അപ്പൊ ഖുർആനിലുള്ള വചനങ്ങളൊക്കെ ദൈവിക വചനങ്ങളാണ്. ആ ദൈവിക വചനങ്ങളൊക്കെ ഉത്ബോധനങ്ങളുമാണ്. അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു വിശ്വാസി ഒരു ദൈവിക വചനം കേൾക്കുന്നതെന്ന് കരുതുക. ചിലപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം തന്നെ മുഴുവൻ പേരും വിശ്വാസികളായിരിക്കെ അങ്ങാടി പോലെ ആളുകൾ ഒത്തുകൂടുന്ന ഭാഗങ്ങളിൽ ഇടയ്ക്കിടെ ഖുർആൻ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള മതപ്രസംഗങ്ങളും വയലുകളും അവയുടെ കാസറ്റുകളും ഒക്കെ ഉച്ചത്തിൽ കേൾക്കാറുണ്ട്. ഈ സമയത്ത് ആ ജനക്കൂട്ടം മുഴുവനായോ ഭാഗികമായോ അവിടെ കൂടിയ ആളുകളൊക്കെ മുസ്ലിങ്ങളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുറച്ച് പകുതി ആളുകൾ മുസ്ലിങ്ങളാണെന്ന് വിചാരിക്കുക. അപ്പോഴാണ് ആയത്ത് കേൾക്കുന്നതെന്നും വിചാരിക്കുക. ആ നിലത്ത് നെറ്റിത്തടം നിലത്ത് മുട്ടിക്കുന്ന സുജൂദിൽ ഏർപ്പെടേണ്ടി വരിക എന്നുള്ളത് ആ സമയത്ത് ആയത്താ കേട്ടുന്നത്. എന്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവർ അതുകൊണ്ട് ഉത്ബോധനം നടത്തപ്പെട്ടാൽ അവര് സുജൂദിലേക്ക് വീഴുന്നാ പറയുന്നത് ഇവരെഴുതിയ. അപ്പൊ എങ്ങനെയൊക്കെ അവിടെ വീഴുക? അത് എത്രമാത്രം അപ്രായോഗികമാണ്. നീ വേറെ നോക്കൂ, ഓരോ ഉദാഹരണം. നാട്ടിൽ തിരക്ക് പിടിച്ച ലൈൻ ബസ്സുകളിൽ തിക്കിത്തിരക്കി നിൽക്കുന്ന സമയത്താണ് ഒരു കാസറ്റ് ബസ്സിലൊക്കെ ഇടലുണ്ട്.
സമയത്താണ് ഒരു കാസറ്റ് വഴിയോ മറ്റേതെങ്കിലും വഴിയോ അള്ളാഹുവിന്റെ വചനം കേൾക്കുന്നതെങ്കിൽ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത ആ വാഹനത്തിലകത്ത് എങ്ങനെയാണ് ഈ നെറ്റിത്തടം നിലത്തുകുത്തുക എന്ന് പറയുന്ന സുജൂദ് ചെയ്യുക? ഇവിടെ അതൊന്നും അല്ല പ്രശ്നം സഹോദരങ്ങളെ. വളരെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ല അത്. അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ട് വിശ്വാസികളെ അതിൽ വിശ്വസിക്കുകയും അതുകൊണ്ട് ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുന്ന ആളുകളോട് അത് ഉത്ബോധനം നടത്തിയാൽ അതിനവർ സുജൂദ് ചെയ്യുന്നു പറഞ്ഞാൽ ആ വചനങ്ങളിൽ പറയുന്ന കൽപ്പനകൾക്ക് അവർ സർവാത്മന തങ്ങളെ സമർപ്പിക്കുമെന്നല്ലേ പറയേണ്ടത്? ഈ പറഞ്ഞ അർത്ഥത്തെ ഈ സാഷ്ടാംഗം ചെയ്യും, സുജൂദ് ചെയ്യും, 7 അവയവങ്ങളിലായിക്കൊണ്ട് നിലത്ത് തലകുത്തി നിൽക്കും എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉദാഹരണങ്ങൾ ആ രംഗത്ത് പറയാൻ കഴിയും? അതൊക്കെ എത്രമാത്രം അപ്രായോഗികമായ കാര്യമാണ്. അവര് മാത്രമേ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുള്ളൂ, അവന്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവരുള്ളൂ എന്നുമാ പറയണത്. ഇങ്ങനെ ഉത്ബോധനം നടത്തപ്പെട്ടാൽ സുജൂദ് ചെയ്യുന്നവരാരോ അവര് മാത്രമാണ് അള്ളാഹുവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവരും എന്നുകൂടി പറഞ്ഞാൽ ലോകത്ത് ആരെങ്കിലും ഉണ്ടാകുമോ നീ അള്ളാഹുവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവർ? വിശ്വാസിയായ, ഇനി വേറെ 1-2 ഉദാഹരണങ്ങളും കൂടി ഞാൻ പറയാം. വിശ്വാസിയായ ഒരാൾ വിമാനം പറപ്പിക്കുന്നു എന്ന് വിചാരിക്കും, മറ്റൊരാൾ തീവണ്ടി ഓടിക്കുകയാണ്, ഇനി സാധാരണ നിലക്ക് റോഡിലൂടെ കാർ ഓടിച്ചു പോവുകയാണെന്ന് വിചാരിക്കുക. വേറൊരാള് അപകടകരമായ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് കരുതുക. ഈ പറഞ്ഞ ഏത് ഘട്ടത്തിലും ദൈവിക വചനം, അള്ളാഹുവിന്റെ വചനം കേൾക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കാർ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇപ്പൊ നമ്മുടെ പല സുഹൃത്തുക്കളും കാർ ഓടിക്കുമ്പോഴാണ് മതപ്രസംഗ കാസറ്റുകൾ കാർ ഓടിക്കുമ്പോൾ അത് ശ്രവിച്ചുകൊണ്ടാണ് കാർ ഓടിക്കാറുള്ളത്. സുജൂദ് എന്നാൽ നെറ്റിത്തടം നിലത്ത് വെക്കലാണെങ്കിൽ ഈ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയാണ് അത് പ്രായോഗികമാവുക? ഇങ്ങനെ സുജൂദ് ചെയ്യുന്നവർ മാത്രമാണ്, അതാണ് ഇന്നമ, അവർ മാത്രമാണ് ദൈവിക വചനങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ എന്നുകൂടി അള്ളാഹു പറയുന്ന സ്ഥിതിക്ക് നെറ്റിത്തടം തറയിൽ വെക്കുന്നതാണ് സുജൂദുമെങ്കിൽ ഈ ലോകത്ത് ആരെങ്കിലും അള്ളാഹുവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവരായി ഉണ്ടാകുമോ എന്ന് നമ്മുടെ സഹോദരങ്ങളൊന്ന് ചിന്തിക്കണം. അപ്പൊ ഖുർആനിക വചനത്തിന്റെ, അള്ളാഹുവിന്റെ വചനത്തിന്റെ അർത്ഥത്തെ അട്ടിമറിക്കാനുള്ള വളരെ ഗൂഢമായ ശ്രമം. എന്ത് നേട്ടമാണ് അതുകൊണ്ടുള്ളത്? ഒരു തല നിലത്ത് കുത്തി ഒരു തഴമ്പുണ്ടാക്കുന്നതും തന്റെ ജീവിതം തന്നെ സമ്പൂർണമായി അള്ളാഹുവിനെ സമർപ്പിക്കുകയും ചെയ്യുന്നതും തമ്മിൽ എത്രമാത്രം അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുമെന്നല്ല. നെറ്റി തലയിലും കുത്തി തനിക്ക് ഇഷ്ടം തോന്നിയ പോലെ നടക്കുക. ഈ തഴമ്പുണ്ടാക്കിയ മതിയല്ലോ. അപ്പൊ നെറ്റി തറയിൽ മുട്ടിച്ച് തഴമ്പുണ്ടാക്കി തനിക്ക് തോന്നിയതുപോലെ നടക്കുന്ന ഒരാളുടെ ഈ മനുഷ്യരുടെ പ്രവർത്തനങ്ങളും തന്റെ ജീവിതം തന്നെ ഒരു അളവ് വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് തങ്ങളുടെ ജീവിതം സമ്പൂർണമായിട്ട് സർവാത്മന സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരാളും അങ്ങനത്തെ ഒരു 2 സമൂഹം ഒരു 2 ഗ്രാമങ്ങളിൽ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഏത് ഗ്രാമത്തിലായിരിക്കും സമാധാനവും ശാന്തിയും ക്ഷേമവും ഐശ്വര്യവും നിലവിൽ വരിക? അല്ലെങ്കിൽ 2 രാജ്യം, ഒരു രാജ്യത്ത് തല നിലത്ത് കുത്തുന്ന സുജൂദ് ചെയ്യുന്ന ആൾ, നെറ്റിത്തടം തറയിൽ വെക്കുന്നു, മറ്റു തങ്ങളുടെ ജീവിതം സമ്പൂർണമായി സമർപ്പിക്കുക, അവന്റെ വചനങ്ങൾക്ക് തങ്ങളുടെ ജീവിതം സമ്പൂർണമായി സമർപ്പിക്കുക എന്ന് സുജൂദ് ചെയ്യുന്ന, അക്രമല്ല, അനീതിയില്ല, സത്യം പറയും, ന്യായമേ പറയൂ, നീതിയെ ചെയ്യൂ, ധർമ്മമേ ചെയ്യൂ, ഇങ്ങനെ സത്യവും നീതിയും ധർമ്മവും ന്യായവും അക്രമങ്ങളില്ലാത്ത, ഇങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ഓരോന്നിനും തങ്ങളുടെ ജീവിതം സമർപ്പിച്ച അങ്ങനെ സുജൂദ് ചെയ്യുന്ന ഒരു സമൂഹവും ഈ 2 രാജ്യങ്ങളിൽ ഏത് രാജ്യത്ത് ജീവിക്കലായിരിക്കും ഏറ്റവും നല്ലത്? എവിടെയായിരിക്കും സ്വർഗീയമായ ഒരു ജീവിതം നമുക്ക് കണ്ടെത്താൻ കഴിയുക? സമാധാനപൂർണമായ ഒരു ജീവിതം കണ്ടെത്താൻ കഴിയുക ഏത് പ്രദേശത്തായിരിക്കും എന്നെന്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി. എത്രമാത്രം വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളത്. ദൈവിക വചനങ്ങൾ കൊണ്ട് അവയിൽ വിശ്വസിക്കുന്നവരെ അനുസ്മരിച്ചാൽ ആ വചനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതം സർവാത്മന സമർപ്പിക്കുന്നവരായിരിക്കുമെന്നാണ് അള്ളാഹുവിടെ പറയുന്നത്.
അവർ മാത്രമാണ് അവർക്ക് അഹങ്കരിക്കാതെ തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നവർ. അവർ അഹങ്കരിക്കുകയില്ല. അള്ളാഹുവിന്റെ ഒരു വചനം കേട്ട സമർപ്പിക്കും അതിന് നീതി. അങ്ങനെയാണ്. പിന്നീട് അത് അവന്റെ ഒരു സ്വഭാവമായി അത് മാറും അവന്റെ ജീവിതത്തിൽ. ഏതുപോലെ ഞാൻ പറഞ്ഞല്ലോ നാള്, ഒരു കണ്ണിലേക്ക് നമ്മുടെ കൈവിരൽ വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ കണ്ണ് അടക്കും കണ്ണ് എന്നതുപോലെ സത്യവും നീതിയും ധർമ്മവും ന്യായവും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പതിവായി മാറണം. അല്ലാതെ ഓരോ സമയത്തും ആയത്ത് നോക്കി അവിടെ എന്താ പറയണമെന്ന് നോക്കല്ല. ഇതൊക്കെ ഓരോരോ പ്രവൃത്തിയും മനുഷ്യ ജീവിതത്തിൽ അവന്റെ നിത്യജീവിതത്തിലെ മറ്റേത് പ്രവർത്തനങ്ങളെയും പോലെ അവന്റെ ജീവിതത്തിൽ ഒരു ചര്യയായി അത് മാറി അവൻ മാനവരാശിക്ക് തന്നെ ഗുണം ചെയ്യുന്ന ഒരു മനുഷ്യനായി അവൻ മാറണം. ഇതാണ് സുജൂദിന്റെ വിശാലമായ അർത്ഥതാല്പര്യം. അല്ലാതെ നെറ്റ് തറയിൽ മുട്ടിക്കുന്നവർ മാത്രമല്ല അള്ളാഹുവിന്റെ വചനം. നെറ്റ് തറയിൽ മുട്ടിക്കലല്ല. ഈ വചനങ്ങളിൽ വിശ്വാസമില്ലാത്തവരാകട്ടെ അവയ്ക്ക് തങ്ങളുടെ ജീവിതം സമർപ്പിക്കുകയുമില്ല. അവർ അവയെ തള്ളിക്കളയുകയും നിഷേധിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി അതാണ് അള്ളാഹു മറ്റൊരു വചനത്തിൽ പറഞ്ഞത്, നിഷേധികളായ ഇതിൽ വിശ്വസിക്കുന്നവർ മാത്രമേ അതിന് അവരുടെ ജീവിതം സമർപ്പിക്കുകയുള്ളൂ. അതില്ലാത്തവരോ അവർക്ക് ഈ വചനങ്ങൾ വായിച്ചു കൊടുത്താലോ ഓതി കേൾപ്പിക്കപ്പെട്ടാലോ അതുകൊണ്ട് ഉത്ബോധനം നടത്തിയാലോ ഒന്നും അവര് സുജൂദ് ചെയ്യില്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, വഇദാ ഖുരിഅ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ ബലില്ലദീന കഫറു യുകദ്ദിബൂൻ. അവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കപ്പെട്ടാൽ, അവർക്ക് ഈ അൽ ഖുർആൻ ഓതിക്കൊടുക്കപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്യുന്നുമില്ല, പക്ഷേ അവിശ്വാസികൾ നിഷേധിച്ച് തള്ളുകയാണ്. നോക്കൂ, ഇത് പാരമ്പര്യ വ്യാഖ്യാനാണ്. അവർ ശരിക്കും എഴുതിയിട്ടുണ്ട്. അവിടെ സുജൂദ് ചെയ്യൂലെന്ന് അവർ എഴുതിക്കണത്, സാഷ്ടാംഗം ചെയ്യൂലെന്ന് എഴുതുന്നില്ല. അതാണ് ചില സ്ഥലത്ത് ഒരു അറബിയിൽ നിലനിർത്തുക, ചില സ്ഥലത്ത് പ്രണമിക്കുക, ചില സ്ഥലത്ത് കുമ്പിടുക, ചില സ്ഥലത്ത് കുനിയുക, ചില സ്ഥലത്ത് സാഷ്ടാംഗം ചെയ്യുക, ചില സ്ഥലത്ത് അറബി തന്നെ നിലനിർത്തുക. ഇവിടെ സുജൂദ് ചെയ്യാന്ന് അറബി തന്നെ നിലനിർത്തി. കാരണം അവിശ്വാസികൾക്ക് ഖുർആൻ ഓതിക്കൊടുത്ത അവർ ഈ സുജൂദ് ചെയ്യൂല എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലെ സുജൂദ് ചെയ്യൂല എന്നല്ല. അതുകൊണ്ടാണ് അവർ ഈ അർത്ഥം അവിടെ വ്യക്തമാവും. അതുകൊണ്ടാണ് അറബി തന്നെ സുജൂദ് എന്നുള്ളത് ഇവിടെ അവർ നിലനിർത്തിയത്. അത് നോക്കൂ, ഇതാ അള്ളാഹുവിന്റെ വചനങ്ങളെ ഇത്രമാത്രം വികൃതമായി തെറ്റായി വ്യാഖ്യാനിച്ച് അട്ടിമറിക്കാൻ ഒരു ഭയവുമില്ലാതെ നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സഹോദരങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവന്റെ വചനങ്ങളെ സന്ദർഭത്തിനനുസരിച്ച് അട്ടിമറിച്ച് അർത്ഥം നൽകിക്കൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യാൻ നമ്മുടെ സഹോദരങ്ങളെ എന്തുകൊണ്ട് ഭയപ്പെടുന്നില്ല? അതിന്റെ ഉന്നതമായ ആശയത്തെ അട്ടിമറിക്കാൻ എന്തുകൊണ്ട് ഇവർ ഭയപ്പെടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പരലോകം എന്ന് പറയുന്ന ഒന്നിൽ വിശ്വാസം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഭൗതിക ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ചൂഷണം ചെയ്തോ ഈ സമൂഹത്തെ അടിമകളാക്കി വെച്ചിട്ടോ അവർക്ക് ശരിയായ വിജ്ഞാനം നൽകാതെ തങ്ങളുടെ കീഴിൽ വെച്ചുകൊണ്ട് അവരെ മുഴുവൻ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമ്മുടെ സമൂഹത്തിലെ പുരോഹിതന്മാർ ശ്രമിക്കുന്നത് അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തിയെക്കുറിച്ച് ഇവർക്ക് ഭയമില്ലാഞ്ഞിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കും, ഇവിടെ സുജൂദ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ എന്താ ഒരു സാഷ്ടാംഗം ചെയ്യൂല എന്ന് വെക്കാറുണ്ട്? അതാണ് പറയുന്നത്, ഈ അൽ ഖുർആനിൽ വിശ്വസിക്കാത്തവർ അവർക്കത് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ അവർ നെറ്റ് തറയിൽ മുട്ടിക്കുകയില്ല എന്നല്ല. ഉടനെ നിസ്കാരത്തിൽ ചെയ്യുന്ന നെറ്റ് തറയിൽ മുട്ടിക്കുക എന്ന് പറയുന്ന സുജൂദ് ചെയ്യാൻ വരൂല എന്നല്ല. മറിച്ച് ആ വായിച്ചു കേൾപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് തങ്ങളുടെ ജീവിതം അവർ സമർപ്പിക്കില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വിശ്വാസികൾ മാത്രമേ അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് സർവാത്മന സമർപ്പിക്കുകയുള്ളൂ എന്ന് നാം മുമ്പ് പറഞ്ഞല്ലോ. ഇന്നമാ യുഅ്മിനു ബി ആയാത്തിനല്ലദീന ഇദാ ദുക്കിറു ബിഹ. ഇനി വേറൊരായത്തും കൂടി ആ രംഗത്ത് നോക്കുക. സൂറത്ത് അൽ ഇസ്രായിലെ 107-ാം വചനത്തിൽ ഖുൽ ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ ഇന്നല്ലദീന ഊത്തുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ല അലൈഹിം യഖറൂന ലിൽ അദ്കാനി സുജ്ജദ. നിങ്ങൾ
പാരമ്പര്യമായിട്ട് പറയുന്ന വ്യാഖ്യാനം ആദ്യം പറയാം. നബിയെ പറയുക, നിങ്ങൾ ഇതിൽ, അതായത് ഖുർആനിൽ വിശ്വസിച്ചു കൊള്ളുക, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. തീർച്ചയായും ഇതിനു മുമ്പ് ദിവ്യജ്ഞാനം നൽകപ്പെട്ടവരാരോ അവർക്ക് ഇത് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവർ പ്രണമിച്ചുകൊണ്ട് മുഖം കുത്തി വീഴുന്നതാണ്. പ്രണമിച്ചുകൊണ്ട് മുഖം കുത്തി വീഴുന്നവരാണ്. ആയത്തോതി കേൾപ്പിക്കപ്പെട്ടാലേ എന്താ എഴുതിക്കണമെന്ന് എനിക്ക് മനസ്സിലാണില്ല. ഇവിടെ അവർ ഖുർആനിൽ വിശ്വസിക്കട്ടെ വിശ്വസിക്കാതിരിക്കട്ടെ, ദൈവികമായ ജ്ഞാനം, അതായത് ദിവ്യജ്ഞാനം, അതാണ് അൽ ഇൽമ്. ഖുൽ ആമിനൂ ബിഹി, വിശ്വസിക്കുക, ഔലാ തുഅ്മിനൂ, വിശ്വസിക്കണ്ട. പക്ഷേ മുമ്പ് അൽ ഇൽമ്, ദിവ്യജ്ഞാനം നൽകപ്പെട്ടവർക്ക് ദൈവിക വചനങ്ങൾ ഇദാ തുത്ലാ അലൈഹിം, അവരുടെ മേൽ വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്യുന്നവരായി അമരുമെന്ന് പറഞ്ഞാൽ, ഓരോ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോഴും ഇവര് പറഞ്ഞ അർത്ഥപ്രകാരം അവര് മുഖം കുത്തി വീഴുമെന്നല്ല. ഇവരതാ പറഞ്ഞത്, മുഖം കുത്തി വീഴും. അവര് പ്രണമിച്ചുകൊണ്ട് മുഖം കുത്തി വീഴും. എങ്ങനെയാണ് ഈ പ്രണമിച്ചുകൊണ്ട് മുഖം കുത്തി വീഴാമെന്ന് എനിക്കറിയില്ല. മുഖം കുത്തി വീഴ എന്ന് പറയുന്ന അവര് ലിൽ അദ്ഖാനി എന്നതിനാണ് ഇവർ പറഞ്ഞ അർത്ഥം എഴുതിക്കുന്നത്. ലിൽ അദ്ഖാനി, ദിക്കിന് അദ്ഖാനി എന്ന്. താടിയല്ലേ എന്നുള്ളത് ആർക്കും, അറബി പഠിക്കുന്ന ആർക്കും അറിയാം. ഖുർആനിലും ഉണ്ട്. സൂറത്ത് യാസീനിൽ പറഞ്ഞിട്ടല്ലോ 36-ാം അധ്യായത്തിൽ 8-ാം വചനത്തിൽ ദിക്കിന് അദ്ഖാന് എന്താണ്? ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുക്മഹൂൻ. ആ ചങ്ങലകൾ അവരുടെ താടിയല്ലിലേക്ക് എത്തിയിരിക്കുന്നു, അവരെ ബന്ധിച്ചിരിക്കുക. അപ്പോ ദിക്കിന് അദ്ഖാൻ, താടിയല്ലിലേക്ക് അവര് അമരുമെന്ന് പറഞ്ഞത് അവരുടെ താഴ്മയെയും വിനയത്തെയും വണക്കത്തെയും സൂചിപ്പിക്കാനാണ് ആ പറഞ്ഞത്. നമ്മൾ ഒരാളുടെ മുമ്പിൽ താഴ്മയോടുകൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ, തലയും താഴ്ത്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ, താടി ഇങ്ങനെ ഈ നെഞ്ഞിലേക്ക് ഇങ്ങനെ അമർത്തി ഇങ്ങനെ നിൽക്കുന്നതിനാണ് പറഞ്ഞത്. അതൊരു താഴ്മയെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഉപയോഗിച്ചൊരു വാക്കാണ്. അതിന് വരെ എന്ത് ചെയ്തു? ദിക്കിന് അദ്ഖാൻ എന്ന് പറഞ്ഞാൽ മുഖം കുത്തി വീഴും, മുഖം കുത്തി വീഴുന്നാക്കി. അതാ പറഞ്ഞ 36:8 ഇന്നാ ജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അങ്ങനെ പറഞ്ഞിട്ട് പറയണ്ടല്ലോ, വജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി. അവിടെ ദിക്കിന് അദ്ഖാൻ, അതേ പദം തന്നെയാണ് ഇവിടെ ദിക്കിന് അദ്ഖാൻ. അവിടെ താടിയല്ല് തന്നെ എഴുതിയവര്, പക്ഷെ ഇവിടെ മുഖം കുത്തി വീഴുക നോക്കി. ഒരു താഴ്മയെക്കുറിച്ച്, താടിയല്ലുകളിലേക്ക് വീഴുക എന്നത് താഴ്മയെയും വിനയത്തെയും സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുക. അറബിയിൽ ഇസ്തആന ബിദിക്നിഹി എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മുഖം കൊണ്ട് സഹായം ചോദിച്ചു എന്നോ താടിയല്ലുകൊണ്ട് സഹായം ചോദിച്ചു എന്നല്ല, മറിച്ച് ഒരാളോട് വിനയത്തോടുകൂടി സഹായം അഭ്യർത്ഥിച്ചു എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. അവരുടെ കഴുത്തുകളിലേക്ക്, അവരുടെ താടിയല്ലുകളിലേക്ക് ചങ്ങലകൾ ഇട്ട് ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തെ സൂചിപ്പിക്കാനാണ് അവിടെ. അവരൊരിക്കലും തല താത്തൂല, ശരിക്കും ഇങ്ങനെ പിടിച്ച് തലയും പൊക്കി ഇങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്നില്ല അർത്ഥത്തിന്. അവിടെയും ചങ്ങലയൊന്നും അല്ലാതെ, ഒരു കാഫറിന്റെ കഴുത്തിൽ നോക്കിയാലും ചങ്ങല കാണുന്നുമല്ല. അങ്ങനത്തെ പ്രയോഗങ്ങൾ ഉണ്ടാവും, ഏത് ഭാഷയിലും ഉണ്ടാവും. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ചും വളരെ വിനയത്തോടും താഴ്മയോടും കൂടി അവർ ആ വചനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്ക് അവർ അമരുമെന്ന് പറഞ്ഞതിന് അവരെന്ത് ചെയ്തു? മുഖം കുത്തി. അവർ വചനം കേട്ടാൽ, ദിവ്യജ്ഞാനം നൽകപ്പെട്ടവർക്ക് ദൈവിക വചനങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവര് മുഖം കുത്തി പ്രണമിക്കുന്നവരായി മുഖം കുത്തി വീഴും എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം അപ്രായോഗികമായ ഒരു വിശദീകരണമാണ്. അതുകൊണ്ടാണ് ഇവര് ഒരു 5-8 ആയത്തുകൾ മാത്രം കേൾക്കുമ്പോ, അതും നിസ്കാരത്തിലോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴോ അങ്ങാടി കൂടി നടക്കുകയാണെങ്കിൽ അപ്പോഴും വേണ്ട. ഈ സുജൂദ് തിലാവത്തിന്റെ ആയത്തുകൾ ഓത്ത് കേൾക്കുമ്പോൾ സുജൂദ് ചെയ്യേണ്ട ഏതാനും ആയത്തുകളുണ്ട്, 10-ൽ താഴെയുള്ളൂ.
ആ ആയത്തുകൾ കേൾക്കുമ്പോൾ എപ്പോഴേ സുജൂദ് അപ്പോഴും ചെയ്യണ്ടുള്ളൂ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയോ നമസ്കാരത്തിലാണെങ്കിലോ മാത്രമേ ഉള്ളൂ. അവിടെയും അങ്ങാടിയിലൂടെയോ കാറോടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നമ്മൾ നേരത്തെ പറഞ്ഞ സന്ദർഭങ്ങളിലൊന്നും ഈ പറയുന്ന വചനങ്ങൾ കേട്ടാലും സുജൂദ് ചെയ്യണ്ട. അപ്പോ ഈ രൂപത്തിൽ ഖുർആനിക വചനങ്ങളെ അട്ടിമറിച്ച്, അതിന്റെ ആശയത്തെ അട്ടിമറിച്ച് മാനവരാശിക്ക് ഒരു ഗുണവും ചെയ്യാത്ത രൂപത്തിലാക്കി മാറ്റിയതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്ത് നേട്ടമാണ് ലഭിക്കുന്നത് എന്ന് എന്റെ സഹോദരങ്ങൾ വിനീതമായി വളരെ താഴ്മയോടുകൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക, നിങ്ങളൊന്ന് ചിന്തിക്കണം. അപ്പോ വിനയത്തിന്റെ സൂചിപ്പിക്കാനാണ് അവനോട് പറഞ്ഞത്, അല്ലാതെ മുഖം കുത്തി തറയിൽ വീഴുമെന്നല്ല. നീ അങ്ങനെ മനസ്സിലാക്കി അത് ചെയ്യുന്ന ആളുകൾ ചെയ്തോളൂ. ഒരു തർക്കത്തിനൊന്നും ഞാനില്ല. ഇത് തർക്കിച്ച് ജയിക്കേണ്ടതോ വാദപ്രതിവാദത്തിലൂടെ ജയിക്കേണ്ടതോ ഒന്നുമല്ല. ഇത് പഠനത്തിലൂടെയും തിരിച്ചറിവിലൂടെയും മനസ്സിലാക്കലിലൂടെയും അള്ളാഹുവിന്റെ വചനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി, ആ രൂപത്തിൽ മനസ്സിലാക്കി നിരന്തരമായ പഠനത്തിലൂടെ ബോധ്യപ്പെട്ട് അള്ളാഹുവിന് സമർപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഇപ്പൊ ആകുള്ളതാണല്ലോ, സംവാദത്തിനുണ്ടോ വാദപ്രതിവാദത്തിനുണ്ടോ അതൊക്കെ പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യാം. ഇതാണ് ശരി എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവര് ഇത് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഒരു തർക്കത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല. ഇനി മറ്റൊരായത്തും കൂടി നോക്കുക. അല്ലദീ യറാക, സൂറത്ത് അശ്വറായിലെ അല്ലദീ 26-ാം അധ്യായം 218, 219 വചനങ്ങൾ. അല്ലദീ യറാക ഹീന തഖൂമു വതഖല്ലുബക ഫിസ്സാജിദീൻ. ഇതിന് പാരമ്പര്യവാദികൾ കൊടുത്ത അർത്ഥം നോക്കൂ. അവനാണ് നമസ്കാരത്തിന്, അത് ബ്രാക്കറ്റിലാട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. അവനാണ് നമസ്കാരത്തിന്, അത് ബ്രാക്കറ്റിൽ, നീ നിൽക്കുന്ന സമയം നിന്നെ കാണുന്നവൻ, അത്രേ ഉള്ളൂ. അത് അല്ലദീ യറാക ഹീന തഖൂമു, അവനാണ് നീ നിൽക്കുമ്പോൾ, നീ സന്നദ്ധനാകുമ്പോൾ, നീ ഒരുങ്ങുമ്പോൾ, ഒരു കാര്യത്തിന് തയ്യാറാകുമ്പോൾ നിന്നെ കാണുന്നവൻ. കുമ്പിടുന്നവരുടെ ഇടയിൽ, നടുവിലാണ്, ബ്രാക്കറ്റിലാണ്. കുമ്പിടുന്നവരുടെ ഇടയിൽ നിന്റെ ചുറ്റി നടത്തവും അവർ കാണുന്നുണ്ട്. അവിടെ സുജൂദിന് കുമ്പിടുക എന്നാണ് പാരമ്പര്യവാക്യം. കുമ്പിടുന്നവരുടെ ഇടയിലൂടെ, സുജൂദിന് ഇവിടെ കുമ്പിടാണ്, സാഷ്ടാംഗല്ല. അതാണ് പറയുന്നത്. ചിലയിടത്ത് കുമ്പിടുക, ചിലയിടത്ത് പ്രണമിക്കുക, ചിലയിടത്ത് സുജൂദ് ചെയ്യുക, ചിലയിടത്ത് നമിക്കുക, പല അർത്ഥാണ്. ഇവിടെ കുമ്പിടുന്നവരുടെ, കാരണം സുജൂദ് ചെയ്യുന്നവരുടെ ഇടയിലൂടെ നടക്കാൻ പറ്റൂല, എന്താണോ അറിയില്ല. ഇവിടെ കുമ്പിടുന്നവരുടെ ഇടയിലൂടെ നിന്റെ ചുറ്റി നടത്തവും അവൻ കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ വചനങ്ങളെ തങ്ങൾക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാൻ സാമ്പ്രദായിക മതക്കാർ കാണിച്ച താല്പര്യത്തിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ വചനം. അവനാണ് നമസ്കാരത്തിന് എന്ന് ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് പറഞ്ഞത്, ഞാൻ സൂചിപ്പിച്ചല്ലോ. അത് തന്നെ ഒന്നാമത്തെ അട്ടിമറിയാണ്. കുമ്പിടുന്നവരുടെ ഇടയിലൂടെ എന്തിനാണ് നബി ചുറ്റി നടക്കുന്നത്? സഫ് ശരിയാണോ എന്ന് നോക്കാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോഴല്ലേ പറയണതല്ലേ? അതായത് നമസ്കരിക്കാൻ അങ്ങനെ സഫായിട്ട് നിർത്തുമ്പോഴാണ് നേരെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്. മറ്റേ ഇവര് പറയുന്ന സാജിദ് സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ നിലത്ത് തലകുത്തി നിൽക്കുമ്പോ, സഹാബികളൊക്കെ തലകുത്തി നിൽക്കുമ്പോ, തറയിൽ വെച്ച് നിൽക്കുമ്പോ നബി അവരുടെ ഇടയിലൂടെ നടന്നിട്ട്, അപ്പൊ നബിക്ക് നിസ്കരിക്കണ്ടേ? ഇനി അങ്ങനെ തന്നെയാണെങ്കിൽ ഈ സുജൂദ് ചെയ്ത് കിടക്കുന്ന ആളുകളുടെ സുജൂദൊക്കെ നേരായിക്കണോന്ന് നോക്കാൻ വേണ്ടി നബി അവരുടെ ഇടയിലൂടെ നടക്കുകയായിരുന്നു. പ്രവാചകനും നമസ്കരിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വചനം നമസ്കാരത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാക്കി തീർക്കാൻ വേണ്ടി നമ്മുടെ പാരമ്പര്യവാദികൾ, സാമ്പ്രദായിക മതക്കാർ, പാരമ്പര്യവാദികളായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഒരു ഹദീസും കൂടി ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നിസ്കാരത്തിലാക്കി കിട്ടാൻ വേണ്ടിയിട്ട്.
നമസ്കാരത്തിൽ ചെയ്യുന്ന കാര്യമാണ് ഇത് എന്ന്, ഈ സുജൂദൊക്കെ നിസ്കാരത്തിൽ ചെയ്യുന്ന കാര്യമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, സുജൂദിനിപ്പോ ആ അർത്ഥമാണല്ലോ ഇവരുള്ളത്, ആ അർത്ഥത്തിൽ ഇതൊന്ന് മനസ്സിലാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇവര് ഇതിന്റെ കൂടെ ഒരു ഹദീസും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ ഹദീസ് ഒന്ന് നോക്കുക. നബി തിരുമേനി നമസ്കാര സമയം തന്റെ പുറകുവശവും കണ്ടിരുന്നുവെന്ന് നബി വചനമുണ്ട്. പാരമ്പര്യ വ്യാഖ്യാനത്തിൽ എഴുതിയ വിശദീകരണം, അത് ഞാൻ വായിക്കണം. ദിവ്യദൃഷ്ടി കൊണ്ടുള്ള ഈ കാഴ്ച തന്റെ അനുയായികളുടെ നമസ്കാരത്തിന്റെ യഥാർത്ഥ രൂപം തിരുമേനിക്ക് കാട്ടിക്കൊടുത്തു. ശാരീരികമായ നബിയുടെ നമസ്കാര ചലനങ്ങളും അതോടൊപ്പം നബിയുടെ ദിവ്യദൃഷ്ടിയുടെ ചലനങ്ങളും എല്ലാം അല്ലാഹു കാണുന്നുവെന്ന ആശയം സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ നിരകൾ ശരിയാക്കുവിൻ, നിശ്ചയമായും എന്റെ പിൻവശത്തേക്ക് നിങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ അതാണ് നബിയുടെ ദിവ്യദൃഷ്ടി പോയി വരുന്നതാണ് ആ കാണുന്നത് എന്നാണ് പറഞ്ഞത്. നബിയുടെ പോക്കല്ല, നബിയുടെ ദിവ്യദൃഷ്ടി. നബി സുജൂദ് ചെയ്ത് കിടക്കുമ്പോ പിന്നിലെ സഹാബികളുടെ സുജൂദില് കടക്കലും മറ്റതൊക്കെ നബിയുടെ ദിവ്യദൃഷ്ടിയോടുകൂടി പുറകുവശത്തേക്ക് കാണുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ ആശയം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വചനത്തിന്റെ വിശദീകരണം എഴുതിയെടുത്ത് ഈ ഹദീസും ഇവർ എഴുതി വെച്ചിട്ടുള്ളത്. മുകളിൽ വിവരിച്ച ഈ വ്യാഖ്യാനം സത്യത്തിൽ സാമ്പ്രദായിക മതക്കാർ ഈ വചനത്തിന്റെ ആശയത്തെ അട്ടിമറിക്കാൻ ചെയ്ത കാര്യമായിട്ടാണ്. പ്രവാചകൻ ആ സമൂഹത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് വേണ്ടി സന്നദ്ധനായി തയ്യാറാവുമ്പോഴും ദൈവിക വചനങ്ങൾക്ക് തങ്ങളെ സമർപ്പിക്കുന്നവരുടെ കാര്യത്തിലുള്ള നബിയുടെ ചുറ്റുനടത്തവും സഞ്ചാരവും അല്ലാഹു കാണുന്നുണ്ട് എന്നാണ് ഈ വചനത്തിലൂടെ പറയുന്നത്. നബി തന്റെ അനുയായികളുടെ കാര്യങ്ങൾ സദാ ജാഗരൂകനായി തീരേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരെ എപ്പോഴും നിരീക്ഷണ പരിധിയിൽ നിലനിർത്തണം എന്നാണ് ഈ പറഞ്ഞ ആയത്തിന്റെ താല്പര്യം. ഈ വചനത്തിൽ തന്നെ ഇതേ അധ്യായത്തിൽ തന്നെ 215 ഇത് 218ആണല്ലോ, 215 വചനത്തിൽ എന്ത് പറയുന്നുണ്ട്? വഖ്ഫിൽ ജനാഹക, നീ നിന്റെ ചിറകിനെ താഴ്ത്തി കൊടുക്കണം. ലിമനിത്തബഅക മിനൽ മുഅ്മിനീൻ, നിന്നെ പിൻപറ്റിയ വിശ്വാസികളായ ആളുകൾക്ക് നിന്റെ ചിറകിനെ നീ താഴ്ത്തി കൊടുക്കണം. ചിറക് എന്ന് കേൾക്കുമ്പോഴത്തേനും ഇവര് ചിറകെന്ന് പറയും. കാരണം ഇവർക്കൊക്കെ മെറ്റീരിയലായിട്ടേ കാണും. ചിറക് എന്ന് പറഞ്ഞാൽ ചിറക്, കയറ് എന്ന് പറഞ്ഞാൽ കയറ്, വടി എന്ന് പറഞ്ഞാൽ വടി, ചങ്ങല എന്ന് പറഞ്ഞാൽ ചങ്ങല, പ്രകാശം എന്ന് പറഞ്ഞാൽ പ്രകാശം തന്നെ, ബൈത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വീട് തന്നെ. ഇങ്ങനെ ഓരോന്നും പദാർത്ഥപരമായിട്ട് തന്നെ നമ്മുടെ സമൂഹത്തിന് മനസ്സിലാകുള്ളൂ. അപ്പൊ നബിക്ക് ചിറകുണ്ട് എന്നും വരും പറയും. അതെന്തോ അവരുടെ തർക്കത്തിന് ഇവിടെ നിൽക്കണില്ല. അപ്പൊ പ്രവാചകന്റെ ചിറക് എന്ന് പറഞ്ഞാൽ അവരോട് ദയയും കാരുണ്യവും പിന്നെ അവർക്ക് നന്മയും ചെയ്തു കൊടുക്കാനാണ് പ്രവാചകനോട് പറയുന്നത്. കൂടെയുള്ള അള്ളാഹുവിന്റെ കൽപ്പനകൾ വഴിപ്പെട്ട് സമർപ്പിച്ച് ജീവിക്കുന്ന വിശ്വാസികളായ നബിയെ പിന്തുടർന്ന് ജീവിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഒരു വിശദീകരണമാണ് ഇവിടെ ഒന്നുകൂടി പറയുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് തങ്ങളുടെ ജീവിതം സമർപ്പിച്ച് കഴിയുന്ന ആളുകൾക്കിടയിലൂടെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവാചകന്റെ സഞ്ചാരവും ചുറ്റിനടത്തവും, അതിനുവേണ്ടി പ്രവാചകൻ ചെയ്യുന്ന മുന്നൊരുക്കങ്ങളും കാര്യങ്ങളുമൊക്കെ അള്ളാഹു മനസ്സിലാക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞ ആയത്തിനർത്ഥം. അതിനെന്ത് ചെയ്തു? ഇത് നമസ്കാരത്തിലാക്കി തീർക്കണം. നമസ്കാരത്തിലാക്കി തീർത്താലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വന്നു. ചിലവരെന്താന്ന് പറഞ്ഞാൽ നബിയുടെ സുജൂദി പോയി വരവ് എന്നാക്കി, തകല്ലുബുക ഫി സുജൂദി എന്നാക്കി അർത്ഥം. നിന്റെ സുജൂദിൽ പോയി വരവ് ഞാൻ കാണുന്നുണ്ട് എന്നാക്കി. ചിലവരങ്ങനെയാണ് സുജൂദിൽ പോയി വരുന്നതിന് എന്താ 2 സുജൂദിനൊക്കെ തെളിവ് പറയുന്ന ആളുകൾ ചിലരാ. നബി സുജൂദിൽ പോയി വരുന്നുണ്ട്. അതാണ് ആയത്തിനെ വരെ മാറ്റിമറിക്കുന്ന രൂപത്തിൽ അർത്ഥം പറഞ്ഞവരുമുണ്ട്.
അതിന് സത്യത്തിൽ തഖല്ലുബുക ഫിസ് സുജൂദി എന്ന് പറയും. നീ തഖല്ലുബക ഫിസ് സുജൂദി, സുജൂദിലേക്കുള്ള നിന്റെ സഞ്ചാരം. ഇതല്ല, സാജിദീങ്ങളുടെ ഇടയിലൂടെ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പറഞ്ഞല്ലോ, നീ നിന്റെ ചിറകിനെ അവർക്ക് താഴ്ത്തി കൊടുക്കണമെന്ന് 215 വചനത്തിൽ പറഞ്ഞിട്ടാണ് 218 ഈ പറയുന്ന വചനം. അപ്പോ ആ താഴ്ത്തി കൊടുക്കലാണ്. അങ്ങനെ താഴ്ത്തി കൊടുക്കുകയും അവർക്ക് കരുണ ചെയ്തു കൊടുക്കുകയും അവരുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയും ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ നിന്റെ രക്ഷിതാവ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന് പ്രവാചകനെ ഒന്ന് ആശ്വസിപ്പിക്കുകയും പ്രവാചകനെ ഒന്ന് അംഗീകരിക്കുകയും ചെയ്യുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അതിനെന്ത് ചെയ്തു? നമസ്കാരത്തിലുള്ള സുജൂദാക്കി. അങ്ങനെ സുജൂദാക്കിയപ്പോ നബിയുടെ പോക്കുവരവ് എങ്ങനെയെന്ന് പറഞ്ഞപ്പോ അത് നബിയുടെ ശാരീരികമായ പോക്കുവരവല്ല, ദിവ്യദൃഷ്ടിയിലൂടെയുള്ള പോക്കുവരവാണ് എന്നൊക്കെ ആക്കി ഒരുപാട് തെറ്റായ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് അത് നിസ്കാരത്തിലേക്കാക്കി മാറ്റി. ഇനി നോക്കൂ, അവരുടെ ദൈവിക വചനങ്ങൾ ജീവിതം സമർപ്പിക്കുകയും അങ്ങനെ ചെയ്ത ആളുകളുടെ കാര്യത്തിലുള്ള പ്രവാചകന്റെ ചുറ്റി നടക്കലും സഞ്ചാരവുമാണ് അള്ളാഹു കാണുന്നത്. ഇവിടെ സാജിദുകൾ എന്ന് പറഞ്ഞതുകൊണ്ട് നെറ്റി തറയിൽ മുട്ടിക്കുന്നവർ എന്ന് അർത്ഥം നൽകിയപ്പോഴുണ്ടായ, അത് നമസ്കാരത്തിലാണ് എന്ന് അർത്ഥം നൽകിയപ്പോഴുണ്ടായ പ്രയാസങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഒക്കെയാണ് ഈ ഹദീസുകളിലൂടെയും ഇവരുടെ പരിഭാഷകളിലൂടെയും നാം കാണുന്നത്. ഇനി സുജൂദ്, സജദ, സാജിദ്, സുജ്ജദൻ എന്ന് പറഞ്ഞ ആയത്തുകളുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ഈ പദം വന്ന ആയത്തുകളിൽ, ഖുർആനിൽ ഈ പദം വന്ന വിവിധ ആയത്തുകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. ആ ആയത്തുകളിലൊക്കെ, ആ വചനങ്ങളിലൊക്കെ ഏതൊരർത്ഥത്തിനാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഹജ്ജിലെ 18 ആയത്ത്, 16 അധ്യായത്തിലെ ആയത്ത്, അശ്വറായിലെ ആയത്ത്, ഇന്നമാ യുമിനു ബിആയാത്തിനല്ലദീന ഇദാ ദുക്കിറു ബിഹാ ഖറൂ സുജ്ജദൻ എന്നുള്ള ആയത്ത്, വഇദാ ഖുരിയ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ എന്നുള്ള ആയത്ത്. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ നമ്മളിപ്പോ സുജൂദ് വന്നത് പഠിക്കുകയുണ്ടായി. ഇവിടെ എവിടെയെങ്കിലും നെറ്റി തറയിൽ വെക്കുക എന്ന അർത്ഥം പ്രായോഗികമാവുമെന്ന് എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതെല്ലാം ഞാൻ പറഞ്ഞ തങ്ങളുടെ ജീവിതം സർവാത്മന അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും സമർപ്പിക്കുക, അഹങ്കരിക്കാതെ, അഹങ്കാരം കാണിക്കാതെ അവന്റെ വചനങ്ങൾക്ക് തങ്ങളുടെ ജീവിതം തന്നെ അഹങ്കരിക്കാതെ ധിക്കരിക്കാതെ സമർപ്പിക്കുക എന്ന അർത്ഥമാണോ ശരിയാകുക, പ്രായോഗികമാവുക എന്നുള്ളത് എന്റെ ഈ ക്ലാസ് ശ്രവിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ രംഗത്ത് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കും. ഇനി ബാക്കിയുള്ള ആയത്തുകൾ കൂടി നമുക്കൊന്ന് പഠിക്കാം. ഇനി ആദ്യമായിട്ട് അൽ ബഖറയിൽ ആദ്യം അവിടുന്ന് അങ്ങോട്ട് പോരുകയാണെങ്കിൽ ആദ്യം കാണുന്ന ആയത്ത് ആദമിന്റെ സുജൂദുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ശേഷം പിന്നീട് അള്ളാഹു വേറൊരു സുജൂദ് പറയുന്നത്, വൈദ് ഖുൽനാ ദഖുലൂ ഹാദിഹിൽ ഖറിയത ഫകുലൂ മിൻഹാ ഹൈസു ശിഅ്തും റഗദൻ വദഖുലുൽ ബാബ സുജ്ജദൻ വഖൂലൂ ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാക്കും വസനസീദുൽ മുഹ്സിനീൻ. ഇതാണ് നാം പറഞ്ഞ സന്ദർഭവും പാരമ്പര്യ വ്യാഖ്യാനാണ് വായിക്കുന്നത്. നാം പറഞ്ഞ സന്ദർഭവും ഓർക്കുക. ഈ പട്ടണത്തിൽ കടക്കുകയും, ഏത് പട്ടണത്തിൽ ഒന്നിപ്പോ ചോദിക്കണില്ല, അതിൽ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്തു നിന്നും സുഭിക്ഷമായി ഭക്ഷിക്കുകയും ചെയ്യുകയും, നിങ്ങൾ കുമ്പിട്ടുകൊണ്ട് വാതിൽ കടക്കുകയും, നിങ്ങൾ കുമ്പിട്ടുകൊണ്ട് വാതിൽ കടക്കുകയും, വദ്ഖുലുൽ ബാബ സുജ്ജദൻ, നിങ്ങൾ കുമ്പിട്ടുകൊണ്ട്, കുമ്പിടുന്നവരായിക്കൊണ്ട് എന്ന് പറയണെങ്കിലും കുഴപ്പമില്ല, സുജ്ജദൻ എന്നാണ്. നിങ്ങൾ കുമ്പിട്ടുകൊണ്ട് വാതിൽ കടക്കുകയും പക്ഷാതാപം പറയുകയും ചെയ്യുകയും. വഖൂലു ഹിത്തത്തുന്നില്ലാണ് ഒരു പക്ഷാതാപം പറയാൻ.
നമുക്കിവിടെ സുജൂദ് മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഈ ആയത്തിലെ ഓരോ കാര്യങ്ങളും വിശദീകരിക്കാൻ നിന്നാൽ ഈ ആയത്തന്നെ വിശദീകരിക്കേണ്ടി വരും ഈ ക്ലാസ് കഴിയുന്ന സമയം വരെ. നമ്മളിവിടെ വദഖുലുൽ ബാബ സുജ്ജദ എന്നുള്ള ആ ഭാഗം മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. നിങ്ങളുടെ തെറ്റുകളെ നാം നിങ്ങൾക്ക് പുറത്തു തരും. എങ്ങനെ? കുമ്പിട്ടുകൊണ്ട് വാതിൽ കടന്നാൽ. നന്മ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെയാണ് പ്രതിഫലം. നന്മ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം നാം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നന്മ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം നാം വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്താണ് ഇപ്പോ പറഞ്ഞത്? ഇവിടെ മൂസാ നബി തന്റെ ജനതയ്ക്ക് ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാനുള്ള നിർദ്ദേശമാണ് കൊടുക്കുന്നത് എന്നാണ് ഇപ്പൊ പറയപ്പെടുന്ന വ്യാഖ്യാനം. ആ വ്യാഖ്യാനം അങ്ങനെ തന്നെ എടുത്തുകൊണ്ടാണ് പേനോട് വിശദീകരിക്കുന്നത്. ഇവിടെ ഗ്രാമം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, അൽ ഖറിയത്ത്, ഈ ഗ്രാമം എന്ന് പറയുന്നത് കൊണ്ട് ഏതാണ് ആ ഗ്രാമം? ഖുർആൻ പറഞ്ഞ ഗ്രാമം ഏതാണെന്നോ, ഏത് കവാടമാണ് അൽ ബാബ്, ഈ പ്രത്യേകമായ ആ ബാബ്, അത് ഏത് ബാബാണെന്നോ, ഏത് വാതിലാണ്, കവാടമാണ് പ്രവേശിക്കേണ്ടതെന്നോ, അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നടത്തേണ്ട പ്രഖ്യാപനം എന്താണെന്നോ, വഖൂലു ഹിത്തത്തുൻ, പ്രഖ്യാപനം എന്താണെന്നോ ഒന്നും ഇവിടെ ഇപ്പോ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല. സാമ്പ്രദായിക മതക്കാരുടെ വ്യാഖ്യാനം തന്നെ ഇവിടെ എടുത്തുകൊണ്ടാണ് വിശദീകരിക്കുന്നത്. അവരുടെ വ്യാഖ്യാനപ്രകാരം സുജൂദ് ചെയ്യുക എന്നത് നിലത്ത് നെറ്റി മുട്ടിക്കുന്ന ഇന്നത്തെ രീതിയാണെങ്കിൽ സുജൂദ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കവാടം കടക്കുക എന്നാണ് നമുക്ക് ചോദിക്കാൻ. അതിനാണ് നെറ്റി നിലത്ത് കുത്തിക്കൊണ്ട് സുജൂദ് ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കുമ്പിട്ടുകൊണ്ട് കിടക്കുക. എന്തൊക്കെയാണ് ഈ അട്ടിമുറികൾ? എനിക്ക് വയ്യ സഹോദരങ്ങളെ. അള്ളാന്റെ ഖുർആനല്ലേ ഈ കാട്ടുന്നത്? പടച്ചതമ്പുരാന്റെ ഗ്രന്ഥത്തിനെയാണല്ലോ ഈ കാണിക്കുന്നത്. സാഷ്ടാംഗം ചെയ്തുകൊണ്ട് നിലത്ത് നെറ്റി തറയിൽ വെച്ചുകൊണ്ട് അങ്ങനെ നെറ്റിങ്ങനെ വരുതിക്കൊണ്ട് കിടക്കുക എന്ന് വിശദീകരിക്കാൻ അവിടെ അപ്രായോഗികമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എല്ലാവരും കുമ്പിട്ടിട്ട് ഇങ്ങനെ പോവുക വാതില്. കാരണം തലമുട്ടണീനായിരിക്കും, വലിയ പൊക്കല്ലാത്ത വാതിലായിരിക്കും ചിലപ്പോൾ. ഒരു പറയുന്നത് മിസറിൽ കാണില്ല, അവിടേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ അവിടേക്കുള്ള പ്രവേശന കവാടം വലിയ പൊക്കുണ്ടാവില്ല, അതുകൊണ്ട് എല്ലാവരും കുമ്പിട്ട് കിടക്കുക എന്നായിരിക്കും. അവിടെ ചെന്നിട്ട് എല്ലാവരും ഹിത്തത്തുൻ ഹിത്തത്തുൻ എന്ന് പറയാം, പാപമോചനം 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 എന്ന് പറഞ്ഞ് നടന്നോളിയും. എന്നാ അള്ളാഹു നിങ്ങളെ പാപങ്ങളൊക്കെ പുറത്തു തരും. അങ്ങനെയാണ് നിങ്ങൾ നന്മ ചെയ്യുന്ന കാര്യങ്ങളാണിത്. അങ്ങനെ ഇഹ്സാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഏതൊക്കെയാണ്? അവിടെ പോയിട്ട് ഇഷ്ടം പോലെ തിന്നുക, അവിടേക്ക് കിടക്കുമ്പോ കുമ്പിട്ട് കിടക്കുക, പാവം പൊറുക്കണേ പാവം പൊറുക്കണേ പാപം പൊറുക്കണേ എന്ന് പറഞ്ഞ് നടക്കുക. എന്നാൽ എല്ലാ പാപങ്ങളും പുറത്തു തരാം എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതാണ് നിങ്ങൾ ചെയ്യുന്ന ഇഹ്സാൻ. അങ്ങനെ ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം വർദ്ധിപ്പിക്കും. എത്ര എളുപ്പമാണ്, എത്ര നിസ്സാരമായൊരു വ്യാഖ്യാനാണ്. അതുകൊണ്ട് അതിലെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ കുമ്പിട്ട് കിടക്കുക എന്നുള്ള കാര്യം മാത്രമേ ഞാൻ വിശദീകരിക്കൂ. അതുകൊണ്ടാണ് ഇവർ ചില വചനങ്ങളിൽ കുമ്പിട്ടുകൊണ്ട് എന്നും ചില വചനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എല്ലായിടത്തും ഇത് ശരിയാവില്ല, അപ്പൊ അവിടെ കുമ്പിട്ട് നാക്കി. ചില വചനങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നാക്കി, മറ്റു ചില വചനങ്ങളിൽ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് നാക്കി, വേറെ ചില വചനങ്ങളിൽ സുജൂദ് ചെയ്തുകൊണ്ട് അറബിയിൽ തന്നെ നിലനിർത്തി. ഈ വചനത്തിന് ചില ആളുകൾ പറഞ്ഞേക്കണ ഏതോ ഒരു പള്ളി അടുത്തുണ്ട്, അവിടെ പോയി സുജൂദ് ചെയ്ത് വന്നിട്ട് ഈ കവാടം കിടക്കാന്നാക്കി. ഈ ഹാല് ഇവിടുത്തെ അയാൾ ആ ക്രിയ ചെയ്യുമ്പോ അയാളുടെ അവരുടെ അവസ്ഥ, അതാണ് സുജ്ജതൻ, അവരുടെ അവസ്ഥ മാറ്റി വേറെ എവിടെയോ പോയി സുജൂദ് ചെയ്തു വരും. കടക്കുമ്പോ നിന്നിട്ട് പിന്നെ നേരെ നിന്നിങ്ങനെ തന്നെ കിടക്കുക, സ്റ്റഡി ആയിട്ട് തന്നെ കിടക്കുക. പക്ഷെ ഈ സുജൂദ് ചെയ്തുകൊണ്ട് നല്ലത് വേറെ എവിടെയോ ഒരു പള്ളി പോയി 2 റക്അത്ത് എത്രയോ നിസ്കരിച്ച് കുമ്പിട്ട് സുജൂദ് ചെയ്ത് നിസ്കരിച്ച് വന്നിട്ട് ഈ പള്ളി ഗേറ്റ് കിടക്കുക. അങ്ങനെ ചിലര് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ അങ്ങനെയും ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ സുജ്ജതൻ എന്ന് പറയുമ്പോൾ അവർ ആ വാതിൽ ആ കവാടം കിടക്കുമ്പോൾ അവരുടെ അവസ്ഥയെ മാറ്റി, ആ സുജ്ജതൻ എന്നുള്ള അവരുടെ ഹാലിനെ മാറ്റി. അത് ആ വാതിൽ കിടക്കുമ്പോഴാണ് ഒരു സുജൂദിലാകേണ്ടത്.
അത് വേറെ എപ്പോഴോ സുജൂദിലായി പിന്നെ വാതിൽ എങ്ങനെയും കിടക്കാന്നുള്ള ആ രൂപത്തിൽ വ്യാഖ്യാനിച്ചു. ഇതിന് കുറച്ചൊരു മെച്ചപ്പെട്ടൊരു വ്യാഖ്യാനം നൽകിയ ചില പണ്ഡിതന്മാരുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമ്മൾ പറഞ്ഞില്ല, അവിടുത്തെ ഗ്രാമം വിശദീകരിക്കുന്നുണ്ട്, അവിടെ പ്രവേശിക്കേണ്ട കവാടം എന്താന്ന് പറയുന്നുണ്ട്, അവിടെ കവാടം കടന്നിട്ട് അവർ പ്രഖ്യാപിക്കേണ്ടത് എന്ത് ഹിത്തത്താണ് അവർ പ്രഖ്യാപിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അവിടെ ആ കവാടത്തിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് ചെന്നിട്ട് അവർ കഴിക്കാൻ പറയുന്ന ഭക്ഷണ സാധനങ്ങളുണ്ട്, അതെന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇപ്പോൾ സാമ്പ്രദായിക വ്യാഖ്യാതാക്കൾ പറഞ്ഞതിനേക്കാളും ഒരു അല്പം മെച്ചപ്പെട്ട ഒരു വ്യാഖ്യാനം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതെന്താന്ന് പറഞ്ഞാല്, ഒരു പ്രദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രദേശത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥകളെ അനുസരിച്ച്, അത് വേണം ശുദ്ധത, അത് പിന്നെയും തെറ്റില്ല. ആ പ്രദേശത്തേക്ക് പ്രവേശിക്കാനുള്ള വ്യവസ്ഥകളെ, ആ പ്രദേശത്ത് നമ്മളിപ്പോ ഒരു രാജ്യത്തേക്ക് കിടക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരുപാട് വ്യവസ്ഥകളും നിയമങ്ങളും ഉണ്ടാവും. ആ വ്യവസ്ഥകൾക്കും നിയമങ്ങൾക്കും അനുസരിച്ചു കൊണ്ടായിരിക്കണം അവിടേക്ക് പ്രവേശിക്കേണ്ടത് എന്ന രൂപത്തിൽ വിശദീകരിക്കുക. അത് അല്പം തെറ്റില്ലാത്ത ഒരു വ്യാഖ്യാനമാണ്. ഇന്ന് പല വികസിത രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് അവർ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന, നമ്മുടെ രാജ്യത്തൊന്നുമില്ല, പല വികസിത രാജ്യങ്ങളും ആളുകള് ആ രാജ്യത്തെ പൗരന്മാർക്ക് ആ പൗരന്മാർ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളിലെ നിയമങ്ങൾ പഠിപ്പിക്കുകയും അതനുസരിക്കേണ്ടതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യാറുണ്ട്. ആ കാര്യമാണ് ഈ വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നത് എന്നാണ് ഇതിൽ ഒരു മെച്ചപ്പെട്ട ഒരു വ്യാഖ്യാനം പറയുന്നത്. നമുക്ക് അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി ആ ആയത്തുകൾ വിശദീകരിക്കാനുണ്ട്. അതിപ്പോ ഞാൻ വിശദീകരിക്കുന്നു. ഇവിടെ സുജൂദ് ചെയ്തുകൊണ്ട് ഇവർ പറയുന്ന നെറ്റി തറയിൽ വെച്ചുകൊണ്ട് എങ്ങനെ കവാടം കടക്കുമെന്നാണ് നമുക്ക് ചോദിക്കുന്നത്. അത് കഴിയില്ല എന്ന് ഇവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് കുമ്പിട്ടുകൊണ്ട് കവാടം കടക്കുക എന്ന് ഇവർ എഴുതാനുള്ള കാരണവും. ഇനി നമുക്ക് ആദമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടു വന്ന സുജൂദ് കൂടി സുജൂദ് പരിശോധിക്കാം. പരമകാരുണികനായ അള്ളാഹു പറയുന്നു നോക്കൂ. വൈദ ഖുൽനാലിൽ മലായികത്തി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാവസ്തക്ബർ. കണ്ടോ, സുജൂദ് ഇസ്തിക്ബാർ, അള്ളാഹുവിന് വഴങ്ങി സമർപ്പിക്കുക, സർവാത്മന സമർപ്പിക്കുക, അഹങ്കരിക്കുക, അതാണ് അബാവസ്തക്ബർ വകാന മിനൽ കാഫിരീൻ. ആദമിനെ നിങ്ങൾ പ്രണമിക്കുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം അവർ പ്രണമിച്ചു, ഇബ്ലീസ് ഒഴികെ. ഇത് പാരമ്പര്യ വ്യാഖ്യാനമാണ്. അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ സത്യനിഷേധികളിൽപ്പെട്ടവനായിരുന്നു. അപ്പൊ നോക്കൂ, ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദീകരിച്ചു. ഇബ്ലീസ് എന്താണ്? അഹംഭാവം നടിക്കുകയും വിസമ്മതം പ്രകടിപ്പിക്കുകയും ചെയ്യും ഒരു കാര്യത്തിനെ അനുസരിക്കുക. എന്നാ മറ്റുള്ളവരെന്താ ചെയ്തത്? മറ്റുള്ളവർ സുജൂദ് ചെയ്തു. അപ്പോ ഇവിടെ മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു എന്നാൽ നീ നോക്കൂ, പാരമ്പര്യ സാമ്പ്രദായിക മതക്കാരുടെ സുജൂദ് നോക്കുക, നെറ്റി തറയിൽ മുട്ടിക്കുക. ഇവിടെ മലക്കുകൾ സുജൂദ് ചെയ്തല്ല. അപ്പൊ എന്താ മലക്കുകളൊക്കെ ചെയ്തത്? നെറ്റി തറയിൽ മുട്ടിച്ചു. അതുകൊണ്ടാണ് ബലനെ എഴുതിക്കുന്നത് പ്രണമിച്ചു എന്നാ. അവിടെ പ്രണമിക്കലായി. കാരണം മലക്കുകളുടെ സുജൂദ് ഇതല്ല എന്നോൽക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, വിശ്വാസികളുടെ സുജൂദ് പറഞ്ഞു, വൃക്ഷലതാദികളുടെ സുജൂദ് പറഞ്ഞു, ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളുടെയും ആകാശഭൂമിയിലെ സർവ്വ വസ്തുക്കളുടെയും മലക്കുകളെയും മൂസാ നബിയുടെ കാലത്തെയും സുജൂദ് ഒക്കെ പറഞ്ഞു. ഇവിടെയൊക്കെ എല്ലാതും പറയുന്നുണ്ട്. എന്റെ സഹോദരങ്ങൾ, ഓരോ ആയത്തുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഇനി മലക്കുകളെ സുജൂദ്, മലക്കുകൾ പ്രണമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. സാഷ്ടാംഗം ചെയ്തു എന്ന് എഴുതാൻ ഇവർക്ക് പ്രയാസമാണ്. കാരണം മലക്കുകൾ 7 അവയവങ്ങൾ നിലത്ത് കുത്തിക്കൊണ്ടുള്ള ഇന്ന് ഈ പറയുന്ന ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്ത സുജൂദാണെന്ന് ഇവർക്ക് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്കറിയാം. അതുകൊണ്ടാണ്
മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട താൻ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിനെ എങ്ങനെ സുജൂദ് ചെയ്യും എന്നായിരുന്നു ഇബ്ലീസിന്റെ ചിന്ത എന്നാണ് നമ്മൾ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. മനുഷ്യരെ പോലെ രൂപമോ ആകൃതിയോ ഘടനയോ ഉള്ള ഒരു മൂർത്ത വസ്തുവല്ല മലക്കുകൾ, ഇബ്ലീസും പിശാചുമൊക്കെ എന്നാണല്ലോ സാമ്പ്രദായിക മതക്കാർ പറയുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ മനുഷ്യരെ പോലെ നിശ്ചിത അവയവങ്ങൾ ഈ മലക്കുകൾക്കോ പിശാചിനോ ഇബ്ലീസിനോ ഇല്ല എന്ന് നമുക്കറിയാം. അവയവഘടനയോടുകൂടിയ മനുഷ്യനോട് അവന്റെ നിശ്ചിതമായ അവയവങ്ങൾ, ഉദാഹരണത്തിന് നെറ്റിത്തടം, നിലത്ത് മുട്ടിക്കുന്നതിലൂടെ സുജൂദ് ചെയ്യാനാകുമെന്ന് ഒരു വാദത്തിനു വേണ്ടി ഇപ്പൊ നമുക്ക് സമ്മതിച്ചാൽ തന്നെ ഈ അവയവഘടനയൊന്നുമില്ലാത്ത അമൂർത്തമായ മലക്കുകളും ശൈത്താനും ഇബ്ലീസുമൊക്കെ അവയുടെ ഏത് ഭാഗം മുട്ടിച്ചുകൊണ്ടാണ് സുജൂദ് ചെയ്യുക എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. സുജൂദ് എന്ന പ്രക്രിയ ഇന്ന് നടത്തുന്ന രീതിയിൽ നടത്തണമെങ്കിൽ കൈപ്പത്തി, നെറ്റിത്തടം, കാൽമുട്ടുകൾ, കാൽവിരലുകൾ തുടങ്ങിയവയൊക്കെ വേണമല്ലോ. അമൂർത്തമായ ഒരു വസ്തുവിന് എങ്ങനെയാണ് ഇത്തരം അവയവങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിക്കാൻ കഴിയുക? അമൂർത്തമായ വസ്തുക്കൾ ദൈവത്തിന്റെ ആജ്ഞകൾക്ക് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഒരു സൃഷ്ടാവിന് അവന്റെ സൃഷ്ടി സ്വയം സമർപ്പിക്കുക എന്നാൽ, അല്ലെങ്കിൽ സുജൂദ് ചെയ്യുക എന്നാൽ, സൃഷ്ടി അതിന്റെ ഏതാനും അവയവങ്ങൾ ഒരു പ്രത്യേകമായ രീതിയിൽ എവിടെയെങ്കിലും തൊടുകയോ സ്പർശിക്കുകയോ ചെയ്യുകയാണ് എന്ന് എങ്ങനെ നമുക്ക് അതിന്റെ അർത്ഥം അതാണെന്ന് എങ്ങനെ മനസ്സിലാവും? അങ്ങനെ സ്പർശിച്ചതുകൊണ്ട് എങ്ങനെയാണ് അള്ളാഹുവിനുള്ള സമർപ്പണമാവുക? ആ സൃഷ്ടി തന്റെ ചിന്താശേഷിയിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ആ ദൈവത്തിന് കീഴ്പ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെട്ടതിന്റെ ഫലമായി അവന്റെ ജീവിതത്തിലെ സമസ്ത കാര്യങ്ങളും ദൈവേച്ഛക്കനുസൃതമായും ദൈവത്തിന്റെ ആജ്ഞകൾക്കനുസൃതമായും ക്രമീകരിക്കുന്നതിലൂടെയും അനുസരിക്കുന്നതിലൂടെയും മാത്രമേ അള്ളാഹുവിനുള്ള ദൈവത്തിനുള്ള സാഷ്ടാംഗമാവുകയുള്ളൂ എന്നാണ് നമുക്ക് പറയാൻ. ഒന്നുകൂടി പറയാം. ഒരു സൃഷ്ടി തന്റെ ചിന്താശേഷിയിലൂടെ ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും തന്റെ സൃഷ്ടാവിന് കീഴ്പ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെട്ടതിന്റെ ഫലമായി അവന്റെ ജീവിതത്തിലെ സമസ്ത കാര്യങ്ങളും, മുഴുവൻ കാര്യങ്ങളും ദൈവത്തിന്റെ ഇച്ഛക്കനുസൃതമായും ദൈവത്തിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായും ക്രമീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ അള്ളാഹുവിനുള്ള സാഷ്ടാംഗമാവുകയുള്ളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ മലക്കുകളുടെ സുജൂദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാനുണ്ട്.